അതുപോലെ തന്നെ ചരിത്രത്തിൽ കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവമാണ് മലബാറിലേക്കുള്ള കുടിയേറ്റം. അത് വളരെ വിശദമായിട്ട് തന്നെ ഈ വിജ്ഞാനകോശത്തിൽ പരാമർശിക്കുന്നുണ്ട്. പക്ഷേ മലബാറിലേക്കുള്ള കുടിയേറ്റത്തെ പലപ്പോഴും കേരളത്തിലെ പരിസ്ഥിതി സംവാദങ്ങൾ ഈ കുടിയേറ്റം നടത്തിയ ജനസമൂഹത്തെ ഒരു എക്കോളജിക്കൽ അതറായിട്ടാണ് പലപ്പോഴും കരുതി പോരുന്നത്. കുടിയേറ്റക്കാർ എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു എക്കോളജിക്കൽ അതറാണ്. ഒരു ചരിത്രകാരൻ എന്ന രീതിയിൽ സാർ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഇത് വളരെ വിശദമായ പഠനം അർഹിക്കുന്ന ഒരു മേഖലയാണ്. കാരണം നമ്മൾ സാമൂഹ്യശാസ്ത്രപരമായിട്ട് ഈ കുടിയേറ്റത്തെ നോക്കുകയാണെങ്കിൽ ഒരു ചോദ്യം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ട് ഇവർ അങ്ങോട്ട് കുടിയേറി എന്നൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയാൽ മാത്രമേ ഇപ്പോൾ പറഞ്ഞ ഈ യുക്തി എത്രമാത്രം ശരിയാണെന്നും ഈ എക്കോളജിക്കലി അവർ എന്തുകൊണ്ട് അതറാക്കുന്നു എന്നുള്ളത്. രണ്ട് തരം കുടിയേറ്റങ്ങൾ കേരളത്തിനകത്ത് സംഭവിക്കുന്നുണ്ടല്ലോ. ഒന്ന് ഹൈ റേഞ്ച് ഇടുക്കിയിലേക്കുള്ള കുടിയേറ്റം, 1940-80കളിൽ നടക്കുന്ന കുടിയേറ്റം, ഗ്രോമോഡ് ഫുഡ് പ്രോഗ്രാം. ആ കുടിയേറ്റത്തിൻ്റെ സമയത്ത് ഇവിടുന്ന് ഇടുക്കിയിലേക്ക് ധാരാളം ആൾക്കാർ പോകുന്നുണ്ട്. ഞാനതിൽ ചില ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് വലിയ കഷ്ടപ്പാടായിരുന്നു. കീഴ്മല നാട്ടിൽ, കീഴ്മല നാടെന്ന് പറഞ്ഞാൽ തൊടുപുഴ മൂവാറ്റുപുഴ സ്ഥലത്തു നിന്ന് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ആൾക്കാർ പോവുകയാണ്. ഒരാളെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് കുഞ്ഞേട്ടൻ എന്ന് പറയും, അത് ഇടുക്കിയിലെ ഒരു കർഷകനായിട്ട് മാറിയ ഒരു മൈഗ്രൻ്റ് പെസൻ്റാണ്. അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അന്ന് കുട്ടിക്ക് 6 മാസം കണ്ട പ്രായമുള്ളൂ. ആ കുട്ടിയെ ഒക്കത്ത് വെച്ചിട്ട് ആ ഭാര്യ അവിടെ നിൽക്കുകയാണ്. ആ കുട്ടിയെ ഒക്കത്ത് വെച്ച് ആ ഭാര്യ അവിടെ നിൽക്കുന്ന ആ കുടുംബത്തെ, ആ സ്നേഹത്തെ എല്ലാം വിട്ടിട്ട് ഒരാൾ ചുമ്മാ വനനശീകരണത്തിന് വേണ്ടി മലയിലേക്ക് കയറി പോകുന്ന ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഇതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. അദ്ദേഹം അവിടെ ചെന്ന് ഒത്തിരി ബുദ്ധിമുട്ടി. മരത്തിൻ്റെ മുകളിൽ തന്നെ ധാരാളം സമയത്ത് ഇതുപോലെ ഇത് വലിയൊരു സമൂഹത്തിൻ്റെ കാര്യമാണ് ഇനി പറയുന്നത്. അവിടെ ചെന്നു കൃഷി ചെയ്തു. ആദ്യം കൃഷി ചെയ്ത് കരനെല്ലാണ്, കപ്പ വെച്ചു. അങ്ങനെ അത് കണ്ടപ്പോൾ വലിയ സന്തോഷമായി. അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു സമൂഹം. അത് സ്റ്റേറ്റാണ് സ്പോൺസർ ചെയ്ത് വിടുന്നത്. ഇത് സ്റ്റേറ്റ് സ്പോൺസർ മൈഗ്രേഷൻ ആണല്ലോ. ഇവിടെ ഫുഡില്ലാത്തത് കൊണ്ട് അവിടുത്തെ സ്ഥലങ്ങളിലേക്ക് കൃഷി ചെയ്യാനായിട്ട് വിടുകയാണ്. മറ്റൊരു യുക്തി ഉണ്ടായിരുന്നു. ഈ മലയിലൊക്കെ, ഈ വനപ്രദേശത്തൊക്കെ നമ്മുടെ മലയാളി സ്പീക്കിംഗ് പീപ്പിൾ വരുന്നതിൻ്റെ ആവശ്യകതയുണ്ട്. സ്റ്റേറ്റ് ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ നടന്ന സമയം അതുകൂടി ഒരു കാരണമാണ് അങ്ങോട്ട് വിടുന്ന സമയത്ത്. ഈ രണ്ട് കാരണങ്ങളും കാരണമാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള മൈഗ്രേഷൻ ഉണ്ടാകുന്നതുകൊണ്ട് തമിഴന്മാരുടെ സംസാരം, ഭാഷ സംസാരിക്കുന്നവരുടെ അടിസ്ഥാനത്തിലുള്ള അങ്ങനെ അവരങ്ങോട്ട് കുടിയേറിപ്പോയി. അതുപോലെ മലബാറിലേക്കുള്ള കുടിയേറ്റം ശരിക്കും ബേസിക്കലി എക്കണോമിക് ഡിപ്രഷൻ, ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷമുള്ള എക്കണോമിക് ഡിപ്രഷനും പിന്നീട് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെയാണ് ഇവിടെ റബ്ബർ കൃഷി വ്യാപകപരിധി ചെയ്ത ഈ പാവപ്പെട്ട കർഷകരെ അങ്ങോട്ട് കൊണ്ടുവന്നു. എൻ്റെ ഗ്രാൻഡ് മദറൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പാൽ വൃക്ഷത്തിൻ്റെ ചോട്ടിലിരുന്ന് കരയേണ്ട ഗതികേടിലായിരുന്നു ഈ സെൻട്രൽ ട്രാവൻകൂറിലുള്ള ആൾക്ക്. പാൽ വൃക്ഷം എന്ന് പറഞ്ഞാൽ റബ്ബർ, അതിൽ നിന്നൊന്നും നമുക്ക് കഴിക്കാൻ കിട്ടുന്നില്ലല്ലോ. ഇവിടെ കപ്പയില്ല, ചേനയില്ല, മാങ്ങയില്ല, തേങ്ങയില്ല, ഒന്നുമില്ല, എല്ലാം നശിച്ചു. അപ്പോൾ അവർ നാച്ചുറലി അവരങ്ങോട്ട് കുടിയേറി മലബാറിലേക്ക് പോയി. മലബാറിലെ ലാൻഡ് റൂൾസ് അനുസരിച്ച് അവിടെ ലാൻഡ് അവൈലബിൾ ആയിരുന്നു. പ്രൈവറ്റ് ലാൻഡ് ആയതുകൊണ്ട്, സ്വകാര്യ ഭൂമി ധാരാളം കിട്ടാനുള്ളത് കൊണ്ട് അവിടെ പോയി കുടിയേറി പാർത്തു. അപ്പം കുടിയേറിയ പ്രശ്നം, അതിൻ്റെ മൂല കാരണം നോക്കുമ്പോൾ സർവൈവൽ ഇഷ്യൂ തന്നെയായിരുന്നു. ഒരു ജനസമൂഹത്തിൻ്റെ സർവൈവൽ ഇഷ്യൂ ആണ് നമ്പർ 1. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇവരവിടെ ചെന്നതുകൊണ്ട് പാരിസ്ഥിതികമായ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൃഷി വ്യാപനം ഉണ്ടായിട്ടുണ്ട്. വന്യജീവി മനുഷ്യ സംസ്കാരങ്ങൾ തമ്മിലുള്ള, ഞാനതിനെ സംഘട്ടനം എന്ന് പറയില്ല, സംഘർഷം അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണ്. ഈ രണ്ടും നമ്മൾ പക്ഷേ കാണണം. എന്തുകൊണ്ട് അവരങ്ങോട്ട് പോയി അവിടെ ചെന്നു എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ സോഷ്യൽ ആൻസേഴ്സ് ഉണ്ട്. നമുക്ക് സാമൂഹികമായ ആൻസറുകളുണ്ട്, സാമ്പത്തികമായ ആൻസറുകളുണ്ട്. ആരും വനനശീകരണത്തിന് വേണ്ടി മലബാറിലേക്ക് ഇവിടുന്ന് പോയവരല്ല, അവർ ജീവിക്കാൻ വേണ്ടി പോയ ആൾക്കാരാണ്. അപ്പം നാച്ചുറലി ചെന്ന് കഴിഞ്ഞ് കൃഷി വികസിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. ആ പ്രശ്നങ്ങൾ നമ്മൾ മറക്കുന്നില്ല. ഇത് രണ്ടുമുണ്ട്. പിന്നെ തിരുവിതാംകൂറും മലബാറും തമ്മിലൊരു വ്യത്യാസമുണ്ട്, രണ്ട് സ്റ്റേറ്റും. തീർച്ചയായിട്ടും ഇവിടെ സ്റ്റേറ്റ് കൂടുതലും ആ രീതിയിൽ ലാൻഡ് അവൈലബിൾ അല്ലായിരുന്നു. സ്റ്റേറ്റിന്റെ മോണോപ്പൊളി ആയിരുന്നു. പ്ലാന്റേഴ്സിന്, വലിയ പ്ലാന്റേഴ്സിനാണ് ഇവിടെ ലീസ് അഗ്രിമെന്റ് കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ പാവപ്പെട്ട കർഷകർ അങ്ങോട്ട് പോയത്. അപ്പോൾ അത്തരത്തിലുള്ള കർഷകർ ദേ ആർ വിക്ടിംസ് ഓഫ് എ പർട്ടിക്കുലർ കണ്ടീഷൻ, സർക്കംസ്റ്റൻസ്. അപ്പം ആ ഒരു സന്ദർഭത്തെ നിരാകരിച്ചുകൊണ്ട് ഈ പരിസ്ഥിതിയെ മാത്രം നോക്കിക്കൊണ്ട് എങ്ങനെ ഒരു പരിസ്ഥിതി ചരിത്രകാരൻ ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കും? ഇത് രണ്ടിനും നോക്കണ്ടേ? അപ്പോൾ ഒന്നാമത്തേത് നോക്കണം, രണ്ടാമത്തേത് നോക്കണം. ഒന്നാമത്തേതിൽ നിന്നാണ് രണ്ടാമത്തെ പ്രശ്നം ഉണ്ടാകുന്നത്. അത് ഉണ്ടായേ പറ്റൂ, അത് ഉറപ്പായിട്ടും ഉണ്ടാകും. കാര്യം ഈ ഹ്യൂമൻ എക്സ്പാൻഷൻ, പോപ്പുലേഷൻ എക്സ്പാൻഷൻ ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും പരിസ്ഥിതിക്ക് കോട്ട സംഭവിക്കും. പ്രകൃതിയുടെ സംവിധാനങ്ങളിൽ മാറ്റം, ഭൂപ്രദേശങ്ങൾ മാറും തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഈ കുടിയേറ്റ കർഷകർ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ വന്യജീവി അല്ലെങ്കിൽ വനസമ്പത്ത് അല്ലെങ്കിൽ വന്യജീവി സംസ്കാരവുമായിട്ടുള്ള
ഈ കൊടുക്കൽ വാങ്ങലുകളിൽ എങ്ങനെ ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകാൻ പറ്റും എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമുക്കിവരെ കുടിയേറിപ്പോയവരെ കുടിയിറക്കാൻ സാധിക്കത്തില്ല. അതുപോലെ കുടിയിറങ്ങി, അതായത് വന്യജീവികൾക്ക് അവരുടെ കുടി നഷ്ടപ്പെട്ടു. ഏതാണ്ട് 28 സ്ക്വയർ കിലോമീറ്റർ ഒരു കടുവയ്ക്ക് സഞ്ചരിക്കാനായിട്ട്. ഈ ഫോറസ്റ്റിന് അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് കൃഷിക്കാർ ചെന്ന സമയത്ത്, കൃഷി വ്യാപിച്ച സമയത്ത് കടുവ ഒറ്റച്ചാട്ടത്തിൽ കൃഷി സ്ഥലത്ത് വരും. അതുകൊണ്ട് കടുവയും പ്രതിയല്ല, കടുവയ്ക്കും കടുവയുടെ ഹാബിറ്റേഷൻ നഷ്ടപ്പെടുകയാണ്. അപ്പം ഈ രണ്ടും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പം ആനയാണെങ്കിലും ആനത്താരങ്ങളാണ് മിക്കവാറും റോഡുകളായിട്ട് മാറുന്നത്, വലിയ പ്രദേശങ്ങളിൽ സെറ്റിൽമെൻറ്റുകളായിട്ട് മാറുന്നത്. അപ്പം ആനയ്ക്കും നടക്കുവാനുള്ള അവകാശം ഉണ്ടല്ലോ. അപ്പം ആ രീതിയിൽ ഇത് രണ്ടും കണ്ടിട്ട് യുക്തിപൂർവ്വമുള്ള തീരുമാനങ്ങൾ വേണം നമ്മൾ എടുക്കാനായിട്ട്. അല്ലാതെ കടുവയും പ്രതിയാക്കാൻ പറ്റിയാല, ആനയും പ്രതിയാക്കാൻ പറ്റിയാല, കുടിയേറ്റ കർഷകരെയും പ്രതിയാക്കാൻ പറ്റിയാല. ഈ രണ്ട് ലെൻസിലൂടെ നോക്കി അതിനെ, ആ പ്രശ്നത്തെ കാണണമെന്നാണ് ഒരു പരിസ്ഥിതി ചരിത്രകാരൻ എന്ന രീതിയിൽ. പഴയ ഒരു പാട്ടുണ്ട് ഈ പരിസ്ഥിതി ഗ്രൂപ്പുകൾ പാടിയിരുന്നത്. അതിനകത്തൊരു വരി, അടിമാലിയിൽ ഇന്ന് എന്തുണ്ട്, അല്പം മാത്രം റബ്ബറുണ്ട് എന്നൊരു പാട്ടുണ്ട്. പണ്ടത് കേൾക്കുമ്പോൾ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ അടിമാലിയിൽ നടന്നതിനേക്കാൾ വലിയ വനനശീകരണം അതിന്റെ മുകളിൽ മൂന്നാറിലൊക്കെ കൊളോണിയൽ പീരീഡിൽ നടന്നു. പക്ഷെ നമ്മൾ ഈ പാട്ടിലൊക്കെ പിന്നെയും ഉന്നം വെക്കുന്നത് പലപ്പോഴും കുടിയേറ്റ കർഷകരെയാണ്. നമ്മളൊരു വനനശീകരണത്തെ കാണുന്നത് എവിടെ നിന്നാണെന്നുള്ളതാണ്, നമ്മളതിന്റെ ചരിത്രത്തെ കാണുന്നത്. കുടിയേറ്റക്കാരുടെ കാലത്ത് നടന്ന ഒരു കാര്യമല്ലല്ലോ, അതിന് മുമ്പുള്ള ഒരു കൊളോണിയൽ പീരീഡിലെ വനനശീകരണത്തെ കാണാതെ പോകുന്നില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ വലിയൊരു കൊളോസൽ ഡിസ്ട്രക്ഷൻ സംഭവിച്ചിട്ടുണ്ടല്ലോ. തേയിലയ്ക്കും ആദ്യം സിങ്കോണയ്ക്ക് വേണ്ടി, പിന്നീട് തേയിലയ്ക്ക് വേണ്ടി, പിന്നീട് കാപ്പിക്ക് വേണ്ടി, ഇങ്ങനെ വലിയൊരു നശീകരണം സംഭവിക്കുന്നുണ്ടല്ലോ. റബ്ബറിന്റെ കാര്യം തന്നെ എടുക്കണോ, ഭയങ്കര രസമാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇപ്പം ഈ നാട്ടിൽ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്നതും റബ്ബറും ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിപ്പെട്ട സിറിയൻ ക്രിസ്ത്യൻ തമ്മിലുള്ള വലിയ ബന്ധത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാഞ്ഞിരപ്പള്ളിക്കാരെന്ന് പറയുമ്പോൾ അന്നേരം തന്നെ റബ്ബറുകാരൻ എന്നാണ് പറയുന്നത്, അച്ചായൻ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സ്റ്റിഗ്മറ്റൈസേഷൻ പോലെ ഒരു കൾച്ചർ സോണായിട്ട് കൊണ്ടുവന്നത് ഈ മോണോകൾച്ചർ പ്ലാന്റേഷൻ അല്ലേ? അത് നടത്തിയത് യൂറോപ്യൻ പ്ലാന്റേഴ്സ് അല്ലേ? ഇവിടെ റബ്ബർ കൊണ്ടുവന്ന മർഫിയാണ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. കാര്യം ഈ തേയിലത്തോട്ടങ്ങൾ ധാരാളം വ്യാപിച്ചു. പക്ഷെ തേയിലത്തോട്ടങ്ങളുടെ ഉടമസ്ഥാവകാശം എന്ന് പറഞ്ഞാൽ വലിയ തോട്ടം മുതലാളിമാരായിരുന്നു. യൂറോപ്യൻ പ്ലാന്റേഴ്സ് വലിയ മൂലധനം അവർക്ക് വേണം. പക്ഷേ ഇവിടെ റബ്ബർ തോട്ടം മർഫി സ്ഥാപിച്ചു. ശരിയാ, വലിയ മൂലധനം നിക്ഷേപമുള്ള മർഫിയും അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഇവിടുത്തെ നേറ്റീവായിട്ടുള്ള മുതലാളിമാരൊക്കെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ 1940-50കളിൽ ഈ റബ്ബർ തോട്ടം എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ ഒരു കൃഷി ആയിട്ട് മാറുന്നുണ്ട്, ഈ മോണോകൾച്ചർ. പക്ഷെ തേയില അങ്ങനെ മാറുന്നില്ല, കാപ്പി അങ്ങനെ മാറുന്നില്ലല്ലോ. റബ്ബർ അങ്ങനെ മാറി. ഒരു 5 ഏക്കറുള്ള ഒരാൾ, ഒരു റബ്ബർ തോട്ടമുള്ള ഒരാൾ ആ സമയത്ത് നല്ല വരുമാനം ഉണ്ടായിരുന്ന സമയത്ത് ഈ നാട്ടിലെ കൊച്ചു മുതലാളിയായിട്ട് മാറി. പക്ഷേ ഈ ഒരു സംഭവം തോട്ടത്തൊഴിലാളികൾ, ഈ തോട്ട വ്യവസായത്തിൽ സാധ്യമല്ലായിരുന്നു. കാര്യം അവിടെ വലിയ മൂലധനം വേണം. അപ്പം ഈ മോണോകൾച്ചർ പ്ലാന്റേഷൻസ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലും നമ്മുടെ രാഷ്ട്രീയ വ്യവസ്ഥയിലും സാമൂഹിക വ്യവസ്ഥയിലും ഒക്കെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ചില ഇതിലൊക്കെ പറയാറുണ്ട്, ദേശീയത പോലും, നമ്മുടെ നാഷണലിസം എന്ന് പറയുന്ന സംഗതി, നമ്മുടെ നേഷൻ സ്പിരിറ്റ് പോലും ഒരു പരിധി വരെ നിർണ്ണയിക്കുന്നത് നമ്മൾ ഈ പ്രദേശത്ത്, ഈ കോട്ടയം പ്രദേശത്ത് ഈ റബ്ബറിന് വില കൂടുമ്പം ദേശീയത കൂടുകയും റബ്ബറിന് വില കുറയുമ്പം ദേശീയത കുറയുകയും ചെയ്യുന്ന ഒരു സംഭവം. ഇതിനെ ശിവരാമകൃഷ്ണനും ഗുണ്ടൽ സെൻട്രഫും വിളിക്കുന്ന എൻവയോൺമെന്റൽ എക്കോളജിക്കൽ നാഷണലിസം എന്നാണ്. ഇത് പലയിടത്തും ഉണ്ട്. ഇപ്പം മത്സ്യത്തൊഴിലാളികൾക്ക് ഈ ട്രോളിങ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർ കടലാക്രമണത്തിന്റെ സമയത്ത് അവർക്ക് ഒന്നും കിട്ടാതിരിക്കുന്ന വളരെ അധോഗതിയിലിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സീസണലായിട്ട് ചില സമയത്ത് ഈ മത്തിയുടെ ലഭ്യത കുറയുന്ന സമയത്ത് അവർ തീർച്ചയായിട്ടും ഈ ഗവൺമെന്റിനെതിരെ പ്രതിഷേധിക്കാറുണ്ട്. അത് പ്രശ്നമാണ്. പരിസ്ഥിതി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അതിനെ തടയാനായിട്ട്, അല്ലെങ്കിൽ അതിനെ എങ്ങനെ പരിഹരിക്കുവാനായിട്ട് സ്റ്റേറ്റിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ സ്വാതന്ത്ര്യാനന്തരം കേരളം ഭരിച്ച സർക്കാരുകൾ പിന്തുടർന്ന വികസന കാഴ്ചപ്പാടുകൾ കേരളത്തിൽ വലിയ പരിസ്ഥിതി തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ച് പുരോഗതി എന്നുള്ളൊരു സങ്കല്പത്തിൽ നിന്നും വികസനം എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ മാറുമ്പോൾ തന്നെയും അതൊരു പാരിസ്ഥിതിക തകർച്ച അതിന്റെ ഭാഗമായി സംഭവിക്കുന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. പക്ഷെ അതേസമയം തന്നെ കേരളത്തിൽ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, ഇപ്പോൾ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം വന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളൊക്കെ പലതരത്തിൽ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കൊക്കെ പ്രാമുഖ്യം കൊടുക്കുന്നതും നമുക്ക് കാണാൻ കഴിയും 90-കൾക്കൊക്കെ ശേഷം. അപ്പൊ ആ രീതിയിലൊരു വൈരുദ്ധ്യം കേരളത്തിന്റെ തന്നെ ഭരണ സംവിധാനങ്ങളിൽ ഈ വികസനം എന്നുള്ള ഒരു സങ്കല്പത്തെ പിന്തുടർന്ന് നിലനിൽക്കുന്നില്ലേ? ഒരു ചരിത്രകാരൻ എന്ന രീതിയിൽ സാർ എന്താണ് ഈ വികസനം എന്നുള്ളൊരു സങ്കല്പം കേരളത്തിന്റെ പരിസ്ഥിതിയിൽ സൃഷ്ടിച്ച മാറ്റങ്ങൾ, ഭരണ സംവിധാനങ്ങൾ പല രീതിയിൽ അതിനെ കാണുന്ന കാഴ്ചപ്പാടുകളിലെ വ്യത്യാസങ്ങൾ, അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പുരോഗതിയിൽ നിന്നും വികസനത്തിലെത്തിയ ഒരു സംഭവം എന്ന് വേണം നമുക്ക് വിളിക്കാം. കൊളോണിയൽ പീരീഡിൽ അവർ ഉപയോഗിച്ചിരുന്ന വാക്ക് പ്രോഗ്രസ് എന്നാണ്. പ്രോഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തയെ പോലും നവീകരിച്ച് പാശ്ചാത്യവൽക്കരിച്ച് നമുക്ക് നല്ല വിദ്യാഭ്യാസം തന്ന്, നമുക്ക് നല്ല വസ്ത്രം തന്ന്,
നമ്മുടെ രൂപം പോലും മാറണമെങ്കിൽ അതുപോലെ മാറ്റത്തക്ക രീതിയിലുള്ള ഒരു പ്രോഗ്രസ്. അതിനൊപ്പം കമ്പനിയും പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റും അഭിവൃദ്ധി പ്രാപിച്ചു എന്നുള്ളതാണ് പ്രോഗ്രസിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത്. അതൊരു എൻലൈറ്റൻമെൻറ്റ് ലോജിക്ക്, ഒരു ക്യാപിറ്റലിസ്റ്റ് ലോജിക്കാണ്. അതിൽ നിന്നാണ് നമ്മൾ പിന്നീട് നമ്മൾ വികസനം എന്ന വാക്കിലേക്ക് നമ്മൾ മാറുന്നത്. ഇത് രണ്ട് വാക്കുകളും വളരെ പൊളിറ്റിക്കൽ എക്കോളജിക്കലായിട്ടുള്ള രണ്ട് വാക്കുകളാണ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ആരുടെ ഡെവലപ്മെൻറ്റ് എന്നൊരു ചോദ്യം നമ്മൾ കൃത്യമായിട്ട് ചോദിക്കേണ്ടതായിട്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരുടെ വികസനമാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അത് ഓർക്കുന്ന സമയത്ത്, ഇത് പറയുന്ന സമയത്ത് എൻ്റെ ഒരു മനസ്സിലേക്ക് വരുന്ന ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു ചരിത്രകാരൻ പറഞ്ഞിട്ടുണ്ട്, ഫ്രാൻസിൽ ആ കാലഘട്ടത്തിൽ 99% ആൾക്കാർ പട്ടിണിയിൽ മരിക്കുന്നു, പട്ടിണി മൂലം, ദാരിദ്ര്യം മൂലം മരിക്കുന്നു. 1% ആൾക്കാർ മരിച്ചത് ദഹനക്കുറവ് മൂലമാണ്, ഇൻഡൈജഷൻ. ഈ ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്നാണ്. വളരെ കുറച്ചൊരു ഗ്രൂപ്പ് മാത്രം ഇവിടെ വികസനത്തിൻ്റെ ഉന്മാദാവസ്ഥയിലെത്തുന്ന ഒരു രീതി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, മുതലാളിത്ത വ്യവസ്ഥയുടെ, ഞാൻ ഈ മുതലാളിത്ത വ്യവസ്ഥ എന്ന് പറയുന്ന വാക്ക്, ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൻ്റെ, മൂലധന വ്യവസ്ഥയുടെ, സ്വകാര്യ മൂലധന വ്യവസ്ഥയുടെ ഒരു വശ്യത കാരണമാണ് ഞാൻ പറഞ്ഞത്. അതിനെ പോൾ വിറീലിയെ വിളിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു ആശയം ദ എസ്തെറ്റിക്സ് ഓഫ് ഡിസപ്പിയറൻസ് എന്നാണ്. വികസനം സംഭവിക്കുന്ന സമയത്ത് ഒരു മലയില്ലാതാകുന്നു, കാടില്ലാതാകുന്നു, അവിടെ വികസനം സംഭവിക്കുന്നു. അവിടെ ഒരു മാള് വരുന്നു, അല്ലെങ്കിൽ ഒരു ഡാം വരുന്നു എന്ന് വിചാരിക്കുക. ഡാംസ് ആർ ടെമ്പിൾസ് ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് പറഞ്ഞ ആളാണല്ലോ പണ്ഡിറ്റ് നെഹ്റു. അദ്ദേഹത്തിൻ്റെ ഒരു ലോജിക്കിൽ വികസനം എന്ന് പറയുന്നത് സ്റ്റേറ്റ് സ്പോൺസേർഡ് ആയിട്ടുള്ള വികസനങ്ങൾ ഇത്രമാത്രം, അത് ആ സമയത്ത് ആവശ്യമായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ ഈ വികസനം എന്ന് പറയുന്നത് 100 മരം ഉണ്ടെങ്കിൽ ആ 100 മരം വെട്ടിക്കളഞ്ഞ് അവിടെയുള്ള ആവാസ വ്യവസ്ഥയെ തകർത്തിട്ട് ഒരു മാള് വന്നു കഴിയുമ്പോൾ വികസനമാണെന്നൊരു ലോജിക്കിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. സാധാരണ വഴിക്ക് വരും ഹൈവേ വരുമ്പോൾ അത് വികസനമാണെന്നൊരു ലോജിക്കിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ മെഗാ പ്രോജക്റ്റുകളുടെ ഒരു ഉത്സവമായിട്ടാണ് ഇപ്പോൾ ഈ വികസനം ആഘോഷിക്കപ്പെടുന്നത്. ആ വികസനം എത്രമാത്രം സാധാരണക്കാരൻ്റെ ജീവിതത്തെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, സാധാരണക്കാരൻ്റെ ജീവിതത്തിൻ്റെ, അല്ലെങ്കിൽ പാവപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാരുടെ ജീവിതത്തെ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ള ഒരു ചിന്ത കൂടി നമുക്കുണ്ടാകണം. ചരിത്രം ചോദിച്ചുകൊണ്ട് ഞാനൊരു കാര്യം പറയുകയാണ്. എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്, കേരളത്തിൽ ഇന്ന് 2 തരത്തിലുള്ളൊരു മനോഭാവങ്ങളുടെ ഏറ്റുമുട്ടലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു ഭാഗത്തിൽ എൻവയോൺമെൻറ്റൽ മൈൻഡ് ഉണ്ട്. എൻവയോൺമെൻറ്റൽ മൈൻഡ് എല്ലാവർക്കും ഉണ്ട്, ഇത് ഒരു കൂട്ടം ആൾക്കാർക്ക് മാത്രമല്ല. മറുഭാഗത്ത് ഒരു ഡെവലപ്മെൻറ്റൽ മൈൻഡും ഉണ്ട്. ഈ 2 മൈൻഡിൻ്റെയും ഒരു സംഘർഷം സംഭവിക്കുന്ന സമയത്ത് എപ്പോഴും മേൽക്കൈ നേടുന്നത് ഈ ഡെവലപ്മെൻറ്റൽ മൈൻഡാണ്, വികസന മൈൻഡാണ്. അത് ഏതെങ്കിലും ഒരു ചെറിയ പ്രദേശത്തെ വെച്ച് പോലും നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ വീടിൻ്റെ മുൻപിൽ, ഇത് നാഷണൽ ഹൈവേ ആണല്ലോ, ഇതിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന സമയത്ത് അതിന് തൊട്ട് മുമ്പിൽ ഒരു കുന്നായിരുന്നത്. ആ കുന്ന് ഇടിച്ചു നിരത്തി ഒരു വർക്ക്ഷോപ്പും ചില കടകളും കാര്യങ്ങളും ഒക്കെ വന്നു. അപ്പോൾ ആ സമയത്ത് അതിലൂടെ നടന്നു വരുന്ന ആൾക്കാർ എന്നോട് സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു, സാറിൻ്റെ ഈ മരങ്ങളൊക്കെ വെട്ടിമുറിച്ചിട്ട് നല്ല ഒരു കടമുറി പണിയാൻ പേരെന്ന് ചോദ്യം ചോദിക്കുമായിരുന്നു. നമ്മുടെ ആൾക്കാരുടെ ലോജിക്കാണ് ഞാൻ പറയുന്നത്. വളരെ രസകരമായൊരു സംഭവം പറയാം. ഞാനൊരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് ബസ്സിൽ പോകുന്ന സമയത്ത് എൻ്റെ സീറ്റിൻ്റെ പുറകിൽ നിന്ന് 2 മുതിർന്ന ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. വളരെ സംസാരം, അവർ വലിയ ഒച്ചയിലാണ് അവർ രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കുന്നത്. നമ്മളിങ്ങനെ ഓവർ ഹിയർ ചെയ്തതല്ല, എന്തായാലും നമ്മുടെ ചെവിയിലേക്ക് തുളച്ചു കയറി വരികയാണ്. ഒരു പ്രത്യേക സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് അവർ ഒരു ഒറ്റ പറച്ചിലാണ് പുറത്തോട്ട് നോക്കിയിട്ട് അവർ പറയുകയാണ്, ഞാൻ ഫ്രണ്ടിലിരിക്കുകയാണ്, ഞാൻ കേൾക്കുകയാണ്, ഓ ഇവിടെ ഒരു വികസനം ഇല്ലല്ലോ. അപ്പം ഞാൻ പെട്ടെന്ന് പുറത്തേക്ക് നോക്കിയപ്പം ഞാൻ കണ്ടു ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങൾ, ഇഷ്ടം പോലെ മരങ്ങൾ, വലിയ മരങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. ആ പ്രദേശത്ത് മൊത്തം മരങ്ങളാണ്. അതാണ് ലോജിക്ക് എന്ന് പറയുന്നത്. നമ്മുടെ കോമൺ സെൻസിക്കൽ ലോജിക്കിനകത്തേക്ക് പോലും ഈ ക്യാപിറ്റലിസത്തിൻ്റെ ഒരു വശ്യത കയറി വന്നിരിക്കുകയാണ്. അവിടെ ഉള്ള ഒരു പ്രകൃതിയെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്നൊരു സംഗതി കൂടിയുണ്ട് ശരത്തെ, എക്കോളജിക്കൽ മെമ്മറി എന്ന് പറയും. നമ്മളൊരു കുന്നില്ലാതാകുന്ന സമയത്ത്, അവിടെ ഒരു കെട്ടിടം വരുന്ന സമയത്ത്, ഒരു ഡാം വരുന്ന സമയത്ത്, പിന്നീടുള്ള ഓർമ്മയിൽ മൊത്തം നമ്മൾ വരുന്ന ഈ ഡാമിൻ്റെയും ഈ മാളിൻ്റെയും ഓർമ്മയാണെന്ന്. അതിനു മുമ്പുള്ള ഓർമ്മ നിരാകരിക്കപ്പെടുകയാണ്. ആ കുന്നിൻ്റെ ഓർമ്മ എന്ന് പറയുന്ന ഒരു അസ്തിത്വം ഇല്ലാതായി മാറുക, അതിനൊരു ഐഡൻറ്റിറ്റി ഇല്ലാതായി മാറുകയാണ്. പിന്നെ ആ കുന്നിൻ്റെ ഓർമ്മയെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന വെറും വായ്മൊഴികളിലൂടെ മാത്രമാണ്. മുതിർന്നവരുടെ 80 വയസ്സുള്ള ഒരാൾ പറയുകയാണ് പണ്ട് അവിടെ ഒരു കുന്നായിരുന്നു എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ മാറ്റം സംഭവിക്കുന്ന ആരെങ്കിലും കരുതിക്കൂടി ചെയ്യുന്നൊരു മാറ്റമല്ല. ഇതൊരു സിസ്റ്റത്തിനകത്ത് നമ്മൾ പെട്ടതിൻ്റെ ഒരു മാറ്റമാണ്. ആ സിസ്റ്റത്തെ നമ്മൾ വേണമെങ്കിൽ ഈ കൺസ്ട്രക്ഷൻ ലോജിക്ക് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കുക. എന്തും നമ്മൾ സൃഷ്ടിച്ച് പുതിയ കോൺക്രീറ്റ് ജംഗിളുകൾ ഉണ്ടാക്കി നമ്മൾ അതിൽ അഭിരമിക്കുന്ന ഒരു സംഭവം. പക്ഷേ ഏതാണ്ട് 57 മുതൽ എല്ലാ സർക്കാരുകളും അതേ ലോജിക്കിൽ തന്നെയല്ലേ വർക്ക് ചെയ്യുന്നത്? അതിലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും എല്ലാ സർക്കാരുകളും അതേ ലോജിക്കിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇത് സർക്കാരുകളുടെ പ്രശ്നമല്ലെന്നാണ് ഞാൻ പറയുന്നത്. ഇതൊരു സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. അതിനെയാണ് നവോമി ക്ലീൻ
ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ദുരന്ത ക്യാപിറ്റലിസം എന്ന് വിളിക്കുന്നത്, ഡിസാസ്റ്റർ ക്യാപിറ്റലിസം. അത് തീർച്ചയായിട്ടും മറ്റൊരു സൈദ്ധാന്തികനുണ്ട്, ജർമ്മൻ സൈദ്ധാന്തികനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഉൾറിഷ് ബെക്ക് എന്നാണ്. ഉൾറിഷ് ബെക്ക് പറയുന്ന റിസ്ക് സൊസൈറ്റി എന്ന് പറയുന്നത് നമ്മളിന്ന് ഉണ്ടാക്കുന്ന അപകട സമൂഹത്തെയാണ്. നമ്മൾ അപകടങ്ങൾ ഉണ്ടാക്കിയെടുക്കും. നമ്മൾ ഡാം പണിയും, ഡാം പൊട്ടും. നമ്മൾ വലിയ വീഥികൾ അല്ലെങ്കിൽ നാഷണൽ ഹൈവേകൾ ഉണ്ടാകും, അത് ഇടിഞ്ഞു വീണ് കുറേ പേര് മരിക്കും. നമ്മൾ വലിയ രീതിയിലുള്ള തോട്ട വ്യവസായങ്ങൾ ചെയ്യും. മഴക്കാലത്ത് മണ്ണിടിഞ്ഞ് മലയിടിഞ്ഞ് ഇറങ്ങി വരുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ചെല്ലും. കുറേ ആൾക്കാർ ഈ ഉരുൾപൊട്ടലിലും കാര്യത്തിലും മരിക്കും. ഇതാണ് ഒരു തരത്തിലുള്ള ഡിസാസ്റ്റർ ക്യാപിറ്റലിസം. ഇതാണ് റിസ്ക് സൊസൈറ്റി എന്ന് പറയുന്നത്. നമ്മൾ പൊല്യൂഷൻ എത്രമാത്രം കൂട്ടാമോ അത്രമാത്രം നമ്മൾ കൂട്ടും. അതിനനുസരിച്ച് നമ്മൾ AC വാങ്ങിക്കൂട്ടും. മനസ്സിലായില്ലേ? അതിന് AC ഉണ്ട്, ഇല്ലെങ്കിൽ എയർ പ്യൂരിഫയർ ഉണ്ട്, നമുക്ക് മിനറൽ വാട്ടർ ധാരാളം കുടിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം നാളെ നമുക്ക് ഓക്സിജൻ കേസുമായിട്ട് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പോലും നമ്മൾ അതിനകത്ത് വലിയ ആശ്ചര്യപ്പെടുന്ന കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൾറിഷ് ബെക്ക് പറയുന്ന ഇതാണ്, ഈ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപകടമുണ്ട് എന്ന് കരുതുന്ന ഉൽപ്പന്നത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് ആ അപകടത്തെ മുൻകൂട്ടി കണ്ട് അതിനുള്ള പ്രതിവിധി കൂടി കണ്ടെത്തുന്ന ഒരു സമൂഹമാണ് ഈ റിസ്ക് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ വളരെ എന്നാ പറയുക ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സമൂഹം, മാനവരാശി ഇന്ന് 21ാം നൂറ്റാണ്ടിൽ ഉണ്ടായി വന്നിരിക്കുകയാണ്. പരിസ്ഥിതി ചരിത്രകാരന്മാരുടെ നോട്ടത്തിൽ പറഞ്ഞാൽ ഒരു ഭാഗത്ത് പ്രകൃതിയെ ഞൊടിയിടയ്ക്കുള്ളിൽ ചൂഷണം ചെയ്യുവാനുള്ള കഴിവ് നമുക്കുണ്ട്. പോൾ വിറിലിയോയുടെ സ്പീഡ് ആൻഡ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ഡ്രോമോളജി അല്ലെങ്കിൽ ഡ്രോമോക്രസി എന്ന് പറയും. എന്തും വേഗതയിൽ സംഭവിക്കുന്ന സമയത്തുണ്ടാകുന്ന മാറ്റങ്ങളുണ്ട്. നമ്മുടെ ഡ്രോമോളജി, ഡ്രോമോക്രസി, ഡെമോക്രസിക്ക് അതൊക്കെ ഡ്രോമോക്രസി എന്നാണ് പറയുന്നത്. സ്പീഡിന്റെ വേഗതയാണ്. നമ്മൾ തൊട്ട് മുമ്പിൽ കാണുന്ന ഒരു കുന്ന് 2 ദിവസം കഴിയുമ്പം 10 എക്സ്കവേറ്റർ വെച്ച് വലിച്ചു കഴിഞ്ഞാൽ അത് ഇല്ലാതായി മാറുന്നവർ. ഇതിന് മുമ്പ് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടിയിരിക്കും. ഒരു പർവ്വതത്തിലൊരു തുരങ്കം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് എത്ര ദിവസങ്ങൾ നിങ്ങൾക്ക് ഇന്ന് വേണമെങ്കിൽ ഒറ്റ വർഷത്തിനുള്ളിൽ നിങ്ങൾ ആ തുരങ്കത്തെ ഉണ്ടാക്കിയെടുക്കും. അത്രമാത്രം ഡ്രില്ലിംഗ് ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ട്, സ്പീഡ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ഇത് 1950 മുതൽ ഉണ്ടായ ഒരു പ്രതിഭാസമാണെന്നാണ് പോൾ വിർലി അതല്ല പറയുന്നത്. പോൾ വിർലി പറഞ്ഞ ഈ കമ്മ്യൂണിക്കേഷൻ റവല്യൂഷൻ ഉണ്ടായ മാറ്റത്തെക്കുറിച്ചാണ്. അത് എൻവയോൺമെന്റൽ ലോജിക്ക് വെച്ച് ഞാൻ പറയുകയാണ്. ഗ്രേറ്റ് ആക്സിലറേഷൻ എന്ന് ജോൺ മക്നീല് അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് തന്നെ ഗ്രേറ്റ് ആക്സിലറേഷനെ കുറിച്ച്, ഗ്രേറ്റ് ആക്സിലറേഷൻ, മഹാത്വരണം, 1950 മുതൽ ഇങ്ങോട്ടുള്ള പീരീഡ് എന്നെ പറയുന്നതാണ് മഹാത്വരണം, ഗ്രേറ്റ് ആക്സിലറേഷൻ. ഈ എക്സ്ട്രാക്ഷൻ്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ നേരി കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് മാറിപ്പോവുകയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എസ്തെറ്റിക്സ് ഓഫ് ഡിസപ്പിയറൻസ് എന്ന് പറയുന്നത്. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സംഗതികൾ പെട്ടെന്ന് മാറുന്നു, നിങ്ങളുടെ ഓർമ്മ മാറുന്നു, നിങ്ങളുടെ മനോഭാവം മാറുന്നു. അതുകൊണ്ട് 21ാം നൂറ്റാണ്ടിൽ നിൽക്കുന്ന സമൂഹത്തിൻ്റെ 2 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സാണ്, 2 മൈൻഡ് സെറ്റാണ്. ഒന്ന് എക്കോളജിക്കൽ മൈൻഡ്, ഒന്ന് ഡെവലപ്മെന്റൽ മൈൻഡ്. എക്കോളജിക്കൽ മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ശാസ്ത്രീയമായ രീതിയിൽ പരിസ്ഥിതി വരുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ട് കൃത്യമായ അവബോധമുള്ള ഒരു സമൂഹം എക്കോളജിക്കൽ മൈൻഡ്. ഡെവലപ്മെന്റൽ മൈൻഡ് എന്ന് പറയുന്നത് ഈ പരിസ്ഥിതി ബോധം നിലനിൽക്കുമ്പോൾ തന്നെ ഇതിനെ അട്ടിമറിക്കാനുള്ള, ഇതിനെ തകർക്കുവാനുള്ള ഒരു തരത്തിലുള്ള എന്തായാലും പറയുന്ന ഒരു ആവേശം അല്ലെങ്കിൽ ഒരു ആർത്തി എന്ന് പറയുന്ന ഒരു സ്വഭാവം കാണിക്കുന്ന ഒരു സമൂഹം. ഈ ഒരു സംഗതിയിൽ എപ്പോഴും മേൽക്കൈ നേടുന്നത് ഈ വികസനം എന്ന് പറയുന്ന വാക്കാണ്, ഡെവലപ്മെന്റ്. ആ ലോജിക്കിൽ എല്ലാവരും പെടുമെന്നാണ്. നമ്മുടെ സമൂഹം മൊത്തം അതിൽ പെട്ടുകിടക്കുകയാണെന്ന് ഞാൻ പറയും. കേരളത്തിന്റെ പാരിസ്ഥിതിക ചരിത്രത്തിൽ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾക്കുള്ള പങ്കിനെ എങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത്? ഇപ്പോൾ സൈലന്റ് വാലി മൂവ്മെന്റ് വളരെ പ്രാധാന്യത്തോടെ എപ്പോഴും എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് ഈ ചാലിയാറിൽ ജലവായു ശുദ്ധീകരണ സമിതി എന്ന പേരിൽ കെ റഹ്മാന്റെ നേതൃത്വത്തിൽ വലിയ സമരം സൈലന്റ് വാലി കാലത്ത് തന്നെ നടക്കുന്നുണ്ട്. ചാലിയാർ സമരവും വളരെ പ്രാധാന്യത്തോടെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. തുടർന്ന് ഇങ്ങോട്ട് അനേകം പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ, പരിസ്ഥിതി സമരങ്ങളൊക്കെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു ചരിത്രകാരൻ എന്ന രീതിയിൽ ഈ പാരിസ്ഥിതിക ചരിത്രം എഴുതുമ്പോൾ, പാരിസ്ഥിതിക ചരിത്രത്തെ നോക്കിക്കാണുമ്പോൾ ഈ പാരിസ്ഥിതിക പ്രസ്ഥാനങ്ങളുടെ പങ്കിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അത് വളരെ സുപ്രധാനമായ ഒരു ചോദ്യമാണ്. കാര്യം പാരിസ്ഥിതിക ചരിത്രകാരൻ എന്ന രീതിയിൽ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ പങ്ക് അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം, പ്രകൃതം കൃത്യമായ രീതിയിൽ നമ്മൾ അടയാളപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഞാനൊരു കാര്യം കൃത്യമായി പറയാം. കേരളത്തിലെ ഏതെങ്കിലും ഒരു പരിസ്ഥിതി പ്രസ്ഥാനം, ഒരു പാരിസ്ഥിതിക പ്രക്ഷോഭം അല്ലെങ്കിൽ മുന്നേറ്റം, അത് നിർണായകമായ രീതിയിൽ ഒരു പരിസ്ഥിതി ബോധത്തിൽ നിന്നും പരിസ്ഥിതി ശാസ്ത്രത്തിൽ നിന്നൊക്കെ ഉണ്ടായത് എന്ന് പറയുന്നത് സൈലന്റ് വാലി അജിറ്റേഷനാണ്. അതൊരു ശാസ്ത്രജ്ഞന്മാരുടെ, പാരിസ്ഥിതിക പ്രവർത്തകരുടെ, പാരിസ്ഥിതിക അവബോധമുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ, ഇപ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലെയൊക്കെയുള്ള
ഗ്രൂപ്പ്സിൻ്റെ ഒക്കെ പ്രവർത്തനം മൂലമാണ് ഈ സൈലൻറ്റ് വാലി എന്ന് പറയുന്ന പ്രക്ഷോഭം ഉണ്ടാകുന്നത്. അതിങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് അതൊരു പാരന്തസിസ് ആയിട്ട് നിൽക്കുകയാണ്, ഒരു പാരന്തറ്റിക്കൽ മൂവ്മെൻ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഒന്നത്. രണ്ട്, നമ്മൾ നോക്ക്, ബാക്കി സമരങ്ങളെല്ലാം തന്നെ രാമചന്ദ്ര ഗുഹയുടെ ഒരു വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ ഇന്ത്യൻ എൻവറോൺമെൻ്റലിസം ഈസ് ദ എൻവറോൺമെൻ്റലിസം ഓഫ് ദ പുവർ എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ പാരിസ്ഥിതിക മുന്നേറ്റങ്ങളെല്ലാം നമ്മൾ കാണുന്ന ദരിദ്രൻ്റെ, വീട് നഷ്ടപ്പെട്ടവൻ്റെ, ആഹാരം നഷ്ടപ്പെട്ടവൻ്റെ, ഭൂമി നഷ്ടപ്പെട്ടവൻ്റെ, ആരോഗ്യം നഷ്ടപ്പെട്ടവൻ്റെ മുന്നേറ്റങ്ങളായിട്ടാണ് പാരിസ്ഥിതിക സമരങ്ങൾ മിക്കതും നമ്മൾ കാണുന്നത്. കേരളത്തിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഒന്ന് തോൽവിറക് സമരം. തോൽവിറക് സമരം കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായ നാട്ടുപ്രമാണിമാരുടെ കാടത്തത്തിനെതിരെ തോലും വിറകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരിയില ഒക്കെ പെറുക്കുന്ന, പിന്നെ കാട്ടിൽ നിന്ന് പെറുക്കുന്ന തോൽ വിറക് സമരം ഒന്ന്. അത് വലിയ മുന്നേറ്റമാണ് കേരളത്തിൻ്റെ പരിസ്ഥിതി ചരിത്രത്തിൽ ഉണ്ടാക്കി. പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു, ആ രീതിയിൽ തോൽ വിറക് സമരം ചർച്ച ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ രണ്ടാമത് വരുന്ന ഒരു പ്രധാനപ്പെട്ട സമരം ഞാൻ പറയുന്നത് ജനാധിപത്യത്തിനെതിരെയുള്ളൊരു സമരമാണ്. അതിനെ കൊളോണിയലിസം ഈസ് ഈക്വൽ ടു കൊക്കോ കൊളോണിയലിസം എന്ന് വിളിച്ചിട്ടുണ്ടല്ലോ, കൊക്കോ കോള കമ്പനിയുടെ. ആ സമയത്ത് പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് അവരെങ്ങനെയാണ് അതിനെതിരെ റെസ്പോണ്ട് ചെയ്തത്? മൈലമ്മയുടെ ഒരു അഡ്വൻറ്റ്, അല്ലെങ്കിൽ പാവപ്പെട്ട സ്ത്രീകളുടെ ഒരു അഡ്വൻറ്റ്. അപ്പം ജലമില്ലാതായി മാറുകയാണ്. കുടിക്കാൻ ജലമില്ലാതായി മാറുന്ന ഒരു അവസ്ഥയിൽ സർവൈവൽ ഇഷ്യൂ ആണ് അവിടെയും പ്ലാച്ചിമടയിലും. ഈ സെയിം ഇഷ്യൂ ആണ് ചിപ്കോയിന് സംഭവിച്ചത്. ഈ ചിപ്കോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ തടി വെട്ടാൻ പോയപ്പോൾ ആ മരങ്ങളെ കെട്ടിപ്പുണർന്ന സ്ത്രീകൾ അത് പുണർന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവിടെ വലിയ വനനശീകരണം നടക്കുന്ന സമയത്ത് താഴേക്ക് വരുന്ന ജലാശയങ്ങളിലേക്കെല്ലാം തന്നെ കിണറിലുമെല്ലാം കലക്കവെള്ളം വന്ന് അവർക്ക് കുടിവെള്ളം കിട്ടാത്തൊരവസ്ഥ വരികയാണ്. സത്യത്തിൽ ചിപ്കോയുടെ മൂവ്മെന്റിന്റെ തുടക്കം ഈ കുടിവെള്ളം കിട്ടാത്ത ഒരവസ്ഥയിലാണ് ഇവർ മുകളിലേക്ക് കയറി നോക്കുന്നത് തന്നെ. അവിടെ പ്രശ്നം ഇതാണ്, അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, അവർക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് പാചകം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ പ്ലാച്ചിമടയിലെ ഇഷ്യൂ അത് തന്നെയല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ എൻഡോസൾഫാനെതിരെയുള്ള സമരം കാസർഗോട്ടെ, നമ്മൾ അംബികാസുധൻ മങ്ങാടിൻ്റെ നോവൽ വായിക്കുന്ന സമയത്ത് ഇത്ര ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു നോവൽ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. എൻ മകജയ് എന്ന് പറയുന്ന നോവൽ കൃത്യമായ രീതിയിൽ ഈ കാസർഗോഡിലെ ഈ ഇഷ്യൂവിനെ ചേർത്ത് വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിനെ കുറിച്ച് പറയുന്ന നോവൽ. അതിനെതിരെ സമരം ചെയ്ത മനുഷ്യന് ആരോഗ്യത്തിന് വേണ്ടി അവരുടെ കുട്ടികൾ അംഗവൈകല്യമുള്ള ആൾക്കാരായിട്ട് അവർക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറ്റിവിട്ട ഒരു കൃഷി രീതി അല്ലെങ്കിൽ കോർപ്പറേറ്റ് വളപ്രയോഗത്തെ കുറിച്ചിട്ടാണ് നമ്മൾ അവിടെ കാണുന്നത്. പിന്നീട് കാണാത്ത ഒത്തിരി സമരങ്ങളില്ലേ, പല പുഴകൾക്ക് വേണ്ടിയുള്ള സമരം, റിവർ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകൾ എന്തേരെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർ ലതയുടെ നേതൃത്വത്തിൽ അന്നുണ്ടായിരുന്ന നമ്മുടെ പെരിയാർ ചാലക്കുടി പുഴ സംരക്ഷണ സമിതി, നിറ്റ ജലാറ്റിൻ ഇഷ്യൂ, നേരത്തെ പറഞ്ഞ ചാലിയർ ഇഷ്യൂ, പിന്നെ വലിയ രീതിയിൽ നടക്കുന്ന മണലൂറ്റ്. ഈ മണലൂറ്റിന്റെ കാര്യം പറയുമ്പോൾ നമ്മളൊക്കെ അറിയപ്പെടാതെ പോയ ഒരു സ്ത്രീയുണ്ട് കേരളത്തിൽ. അവരുടെ പേരാണ് പള്ളിക്കൽ ഭവാനി എന്ന് പറയും. പടിഞ്ഞാറെ കല്ലട എന്ന് പറയുന്ന പ്രദേശത്ത്, ആ പ്രദേശത്തുണ്ടായിരുന്ന ഈ മണലൂറ്റ് കാരണം അവർക്കൊരു ചെറിയ ഭൂമിയാണ്, 2-3 ഏക്കർ കണ്ടാണ്. അവിടെ ഉണ്ടായിരുന്ന തെങ്ങുകൾ മുഴുവൻ ചെരിഞ്ഞ് ഈ വെള്ളത്തിലേക്ക് പോകുന്ന അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഇവർക്ക് മനസ്സിലായി ഈ മണലൂറ്റൽ കാരണമാണ് ഇത് സംഭവിക്കുന്നത്. അതിനെതിരെ ഇവർ പ്രതിഷേധിച്ചു. അതിനെതിരെ പലയിടത്തും ഒരു കേസ് കൊടുത്തു. അന്നത്തെ ഗവൺമെന്റ് മിനിസ്ട്രി ഒക്കെ കണ്ട് അവർ ഈ പള്ളിക്കൽ ഭവാനി സംസാരിച്ചു. അപ്പോൾ പള്ളിക്കൽ ഭവാനിയെ ഒറ്റപ്പെടുത്തിയ ഒരു സമൂഹമാണ് നമ്മുടെ കേരളത്തിൻ്റെ സമൂഹം ഈ പടിഞ്ഞാറ കല്ലടയിൽ. എന്തുകൊണ്ടാണ്? ഈ മണലൂറ്റ് കാരണം നല്ല വ്യവസായം പുരോഗമിക്കുന്ന ഈ വികസനം വരുന്ന സമയത്ത് അതിന്റെ ഗുണം പറ്റിയ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. പള്ളിക്കൽ ഭവാനി വിളിച്ചു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷക്കാരും ഓട്ടോ റിക്ഷ ചെല്ലത്തില്ല. പള്ളിക്കൽ ഭവാനി വിളിച്ചു കഴിഞ്ഞാൽ പള്ളിക്കൽ ഭവാനി ചെല്ലുന്ന സമയത്ത് കടയിൽ നിന്ന് അരി സാമാനുകൾ കൊടുക്കാത്തൊരവസ്ഥ വന്നു. പള്ളിക്കൽ ഭവാനി എങ്കിലും സമരം ചെയ്തു. പള്ളിക്കൽ ഭവാനി അതിനെതിരെ സമരം ചെയ്ത് സുപ്രീം കോടതിയിലെ കേസുമായിട്ട് പോയി. പക്ഷേ എങ്കിലും നടപ്പിലാക്കിയില്ല, എക്സിക്യൂഷൻ ചെയ്യുന്നില്ല. അവസാനം ഈ ടിപ്പർ ലോറികൾ നിരന്തരം വരുന്ന റോഡിൽ ഈ പൊങ്കാലയിട്ട് കത്തിച്ച്, ദേവിയുടെ ഇത് വിഗ്രഹം കൊണ്ട് വെച്ച് പൊങ്കാലയിട്ട് കത്തിച്ച് ടിപ്പർ ലോറിയുടെ വരവിനെ അവർ തടഞ്ഞു എന്നുള്ളതാണ്. അത് പിന്നീട് പൂർണ്ണമായി വിജയിച്ചു എന്നുള്ളത് വേറൊരു ഭാഗം. പക്ഷേ എങ്കിലും അങ്ങനെ ഒറ്റയ്ക്കും പെട്ടയ്ക്കും ധാരാളം സമരങ്ങൾ. വെളുപ്പിൽശാല അജിറ്റേഷൻ നടക്കുന്ന സമയത്ത് പാവപ്പെട്ട സ്ത്രീകളാണ് തിരുവനന്തപുരത്ത് അവരുടെ പ്രദേശത്ത്, അവരുടെ വീടിനടുത്താണല്ലോ ഈ മലിന വസ്തുക്കൾ മൊത്തം കൊണ്ട് ഡംപ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ കേരളത്തിലെ മിക്ക പാരിസ്ഥിതിക സമരങ്ങളും അത് പാരിസ്ഥിതിക സമരങ്ങൾക്ക് അപ്പുറത്ത് ജീവൻ നിലനിർത്താനുള്ളൊരു സമരമായിട്ട്, അല്ലെങ്കിൽ ഞാനതിനെ ഫ്രെയിം ചെയ്യുന്നത് ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടിയുള്ള, മനുഷ്യാവകാശത്തിന് വേണ്ടിയുള്ള സമരങ്ങളായിട്ട് കണ്ടു കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ യഥാർത്ഥ അതിൻ്റെ ഒരു പ്രകൃതത്തെ നമുക്ക് മനസ്സിലാകും. തീർച്ചയായും ചരിത്രത്തിൽ അതിന് വലിയ പങ്കുണ്ട്, അത് ആ രീതിയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്.
എന്നാണ് ഞാൻ തീർച്ചയായിട്ടും ചരിത്രത്തിൽ വലിയ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മുന്നേറ്റങ്ങളെ, എല്ലാ പാരിസ്ഥിതിക സമര മുന്നേറ്റങ്ങളെയും, ഈവൻ ചക്കക്കണ്ടം പ്രക്ഷോഭം അടക്കം സമരം അനുസരിച്ചിട്ടുള്ള അതിൽ ചെറിയ ചെറിയ പ്രദേശത്തുണ്ടായ ഈ പരിസ്ഥിതിക സമരങ്ങളൊക്കെ തന്നെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഈ ചെറിയ ചെറിയ സമരങ്ങൾ പലയിടത്തും ഉള്ളതാണല്ലോ കേരളത്തിൻ്റെ ഒരു എൻവയോൺമെൻറ്റൽ ലിറ്ററസിയുടെ ഒരു ഭാഗമല്ലേ അത്. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ വലിയ എൻവയോൺമെൻറ്റൽ സയൻസ് പഠിക്കുന്ന ആൾക്കാരുണ്ട്. കുട്ടികൾ സ്കൂളിൽ ചെല്ലുന്ന അന്നേരം തന്നെ അവർ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എൻവയോൺമെൻറ്റൽ സയൻസ് എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ കുട്ടികൾക്കും അല്ലെങ്കിൽ കുട്ടികൾ വളർന്നു വന്നു കഴിയുമ്പോഴത്തേക്കും ഈ കുട്ടികൾ വളർന്നു വന്നു കഴിയുമ്പോൾ അവർക്ക് ഈ എക്സ്ട്രാക്ഷൻ ടെക്നോളജിനോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടാകുന്നത്. എങ്ങനെ റിയൽ എസ്റ്റേറ്റിൽ കാശ് മുടക്കാൻ പറ്റും നമ്മൾ വിദ്യാർത്ഥികൾ ചിന്തിക്കുകയാണ്. ശരിയല്ലേ? ഒരു സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിലൂടെ മാറ്റപ്പെടുത്തേണ്ടത് എങ്ങനെയാണ്? അവർക്ക് ഈ ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ നടത്തിയ ആൾക്കാരുമായിട്ട് അഭിമുഖങ്ങൾ നടത്തുവാനും അവരെ പോയി കാണുവാനും ആ ജീവസാഹചര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ഫീൽഡ് വിസിറ്റുകളൊക്കെ സാധ്യമാക്കേണ്ട സ്കൂൾ കരിക്കുലം അല്ലെ കോളേജ് കരിക്കുലം ഇതൊക്കെ അടച്ചു വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ വെറും പഠന രീതിയായിട്ട് മാത്രം കണ്ട് അത് പഠിക്കാനുള്ള വസ്തു അതൊരു അതറിങ്ങല്ലേ. അതൊരു മ്യൂസിയം ഒബ്ജക്റ്റായിട്ട് നിങ്ങൾ അതിനെ കാണുകയാണ്. നിങ്ങളൊരു മ്യൂസിയത്തിലെ ഒരു നന്നങ്ങാടി കൊണ്ടുവച്ചിട്ട് വേണമെങ്കിൽ അതിനെ പെയിന്റ് അടിച്ച് വെക്കും, നല്ല നീറ്റായിട്ട് പോളിഷ് ചെയ്ത് വെക്കും. അതുപോലെ ഇത്തരത്തിലുള്ള ആൾക്കാരെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന, പാഠപുസ്തകത്തിൽ മാത്രം വരുന്ന അല്ലെങ്കിൽ ഗവേഷണത്തിൽ മാത്രം വരുന്ന സംഗതിയായിട്ട് വരുമ്പം അതൊരിക്കലും പാരിസ്ഥിതിക ബോധമായിട്ട് മാറത്തില്ല. കാലാവസ്ഥാ പ്രതിസന്ധിയുടെ ഒരു കാലത്തിലാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. ഈ കാലാവസ്ഥാ പ്രതിസന്ധിയുടെ കാലത്ത് ഈ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾക്കും പരിസ്ഥിതി സംവാദങ്ങൾക്കും ഒന്നും പ്രാദേശികമായി ചുരുങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. സാറ് തന്നെ ഒരു പ്രഭാഷണത്തിൽ ഈ പ്ലാനറ്ററി കോൺഷ്യസ്നെസ് എന്നുള്ള ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ കേരളത്തിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ മുമ്പ് തന്നെയും ആഗോളമായ സംവാദങ്ങളുമായി ഇടപെട്ടിട്ടുണ്ട്, അതിനെ ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റോക്ക്ഹോം കൺവെൻഷൻ മുതൽ നമ്മൾ അത്തരം കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത്തരം ആഗോളമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, ഇപ്പോൾ റേച്ചൽ കാഴ്സന്റെ പുസ്തകം മലയാളത്തിൽ വളരെ പണ്ടേ പരിഭാഷപ്പെടുത്തപ്പെടുന്നുണ്ട്, അത്തരം ആഗോളമായ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ് നമ്മുടെ ചരിത്രത്തിൽ കേരളത്തിലെ പരിസ്ഥിതി സംവാദങ്ങളിലേക്ക് കടന്നു വന്നിട്ടുള്ളത്? പക്ഷേ അത് കേരളത്തിൽ മാത്രമല്ല, ആഗോളതലത്തിൽ പ്ലാനറ്ററി കോൺഷ്യസ്നെസ് ഉണ്ടായി വരുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് 1970s മുതൽ നമ്മൾ കാണുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ വിജയിച്ചൊരു മേഖലയാണ്. ഐക്യരാഷ്ട്ര സംഘടന പലയിടത്തും പരാജയപ്പെടുമെങ്കിലും അത് ഒരു ബോധം ഉണ്ടാക്കുന്നതിൽ, സാമൂഹിക ബോധം, പാരിസ്ഥിതിക ബോധം ഉണ്ടാക്കുന്നതിൽ വിജയിക്കുന്ന ഒരു സംഭവമായിട്ട് നമ്മൾ കാണുന്ന ഈ പരിസ്ഥിതി UNEPയുടെ പ്രൊജക്റ്റുകളാണ്. 1970 മുതൽ ഇങ്ങോട്ട് 1972 സ്റ്റോക്ക്ഹോം സമ്മിറ്റ് മുതൽ 1972 സ്റ്റോക്ക്ഹോമിൽ ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം തന്നെ മുന്നോട്ട് പോകുന്നു. പക്ഷേ ആ മുദ്രാവാക്യമായിട്ട് എനിക്ക് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു വാക്കും ആ ഒരു കോൺസെപ്റ്റുമായിട്ട് എനിക്ക് മാനസികമായിട്ടൊരു പരിസ്ഥിതി ചരിത്രകാരൻ എന്നുള്ള നിലയിൽ അതിനോട് വലിയ ഒരു യോജിപ്പില്ല. കാരണം ഡെവലപ്മെൻറ്റിന് അവിടെ പിന്നെ സസ്റ്റൈനബിൾ ആക്കി മാറ്റുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നല്ലേ പറയുന്നുള്ളൂ, അവിടെ എക്കോളജി ഒരു വാക്കുപോലും കാണുന്നില്ലല്ലോ. സസ്റ്റൈനബിൾ എക്കോളജി ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ളതല്ലേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് വേണ്ടത്. അല്ല, ഞാനൊരു ഈ ഫ്രൈസിനകത്ത് വന്നൊരു പ്രശ്നത്തെയാണ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് അവിടെ നെള്ളിച്ച് നിൽപ്പുണ്ടെന്നുള്ളതാണ്. പക്ഷേ എങ്കിലും 72 സ്റ്റോക്ക്ഹോം സമ്മിറ്റ്, അതിനുശേഷം ഇങ്ങോട്ട് ക്ലൈമറ്റ് സമ്മിറ്റുകൾ, പ്രത്യേകം സമ്മിറ്റുകൾ, പ്രോട്ടോക്കോളുകൾ, IPCCയുടെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ എർത്ത് ഭൗമ ഉച്ചകോടികൾ, ആദ്യത്തെ റിയോ ഡി ജനറോയിൽ, അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ജോനാസ്ബർഗിൽ. പക്ഷേ റിയോ ഡി ജനറോയിൽ നടക്കുന്ന പാരിസ്ഥിതിക ഈ എർത്ത് സമ്മിറ്റിൽ തന്നെ ഒരു എൻവയോൺമെൻറ്റൽ പൊളിറ്റിക്സ് വിസിബിൾ ആയിരുന്നു. അന്ന് തേർഡ് വേൾഡ് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, അവർ പാരലായിട്ട് സമ്മിറ്റ് നടത്തുന്നുണ്ട് അവിടെ, എർത്ത് സമ്മിറ്റ്. ഈ എർത്ത് സമ്മിറ്റ് റിയോ ഡി ജനറോയിൽ നടക്കുന്ന സമയത്ത് പാരലായിട്ട് തേർഡ് വേൾഡ് നേഷൻസ് മറ്റൊരു സമ്മിറ്റ് അവിടെ തന്നെ നടത്തുന്നുണ്ട്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളുടെ പിന്നെ പ്രകൃതി വിഭവങ്ങളും ഞങ്ങളുടെ വിഭവങ്ങളെല്ലാം തന്നെ നിങ്ങൾ കൊളോണിയൽ കാലഘട്ടത്തിൽ കംപ്ലീറ്റ് എക്സ്പ്ലോയിറ്റ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്ത് കൊണ്ടുപോയി. അതുകൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ അവസ്ഥയെ മാറ്റുവാനുള്ള റിലീഫ് മെഷേഴ്സിന് നിങ്ങൾക്കൊരു കടമയുണ്ടെന്നുള്ളൊരു വാദമൊക്കെ അവിടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് കൃത്യമായൊരു വാദമാണല്ലോ. 1972 വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി സ്റ്റോക്ക്ഹോം സമ്മിറ്റിന് ഒരു പ്രസംഗം ചെയ്യുന്നുണ്ട്. യുണൈറ്റഡ് നേഷൻസിൻ്റെ ഈ പ്രത്യേക അസംബ്ലിയിൽ, ജനറൽ അസംബ്ലിയിൽ പ്രസംഗം ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇന്ദിരാഗാന്ധി പറയുന്ന ഒരു കാര്യമുണ്ട്, പോവർട്ടി ഈസ് ദ ഗ്രേറ്റസ്റ്റ് പൊല്യൂട്ടൻ്റ് എന്നാണ് പറയുന്നത്. ആ സമയത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഇന്ത്യക്ക് ഈ പറയുന്ന രീതിയിലുള്ള പരിസ്ഥിതി സംവിധാനങ്ങളിലേക്ക് എല്ലാം പോകാൻ പറ്റില്ല. നമുക്ക് തീർച്ചയായിട്ടും ഡെവലപ്മെൻറ്റ് വേണമല്ലോ. അപ്പം ആ ഒരു യുക്തിക്കകത്ത് നിന്നുകൊണ്ടുള്ള പൊളിറ്റിക്കൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള തേർഡ് വേൾഡ്, ഫസ്റ്റ് വേൾഡ്, സെക്കൻഡ് വേൾഡ്, ആ ഒരു ബൈനറി പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഒരു ട്രൈപാർട്ടൈറ്റ് പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ് ഉള്ള സമയത്ത് തന്നെ ഒരു പ്ലാനറ്ററി കോൺഷ്യസ്നെസ് ഉണ്ടാകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ റേച്ചൽ കാഴ്സന്റെ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന പുസ്തകം വരുന്നു. DDTയുടെ അമിതമായ ഉപയോഗത്തെക്കുറിച്ചും
അതുമൂലം ജനങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചുമൊക്കെ. കാഴ്സൺ തന്നെ അവസാനം ക്യാൻസർ വന്നാണ് മരിക്കുന്നത്. അവരുടെ കാർസൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്നും ജർമ്മനിയിലെ ഏറ്റവും വലിയ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റേച്ചൽ കാർസൻ്റെ ഈ പുസ്തകം സത്യം പറഞ്ഞാൽ പാരിസ്ഥിതിക ചരിത്രത്തിന് പോലും ഒരു വഴികാട്ടിയായിട്ട് മാറുന്നുണ്ട്. പാരിസ്ഥിതിക ചരിത്രത്തിൻ്റെ, ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയൊരു കാര്യമാണ്, പാരിസ്ഥിതിക ചരിത്രത്തിലേക്ക് നമ്മൾ മാറുന്ന സമയത്ത് റേച്ചൽ കാർസൻ്റെ സൈലന്റ് സ്പ്രിംഗ് ഒരു പ്രധാനപ്പെട്ട ലാൻഡ്മാർക്ക് വർക്കായിട്ട് നിൽക്കുന്നുണ്ട്. അതൊരു ആൻറ്റി കോർപ്പറേറ്റ്, ആൻറ്റി കൊളോണിയൽ ഒരു പരിപ്രേക്ഷ്യത്തിൽ ആ വർക്കിൻ്റെ ഒരു പൊളിറ്റിക്സിൽ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഗതികൾ എല്ലാം തന്നെ നിൽക്കുന്നുണ്ട്. അന്ന് മുതൽ ഇങ്ങോട്ട് നമുക്ക് ഒരു ഭാവബോധത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടായി വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് കേരളത്തിലും ആ സമയത്ത് ഇതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും. ആഗോളതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു, ജേർണൽസിൽ വലിയ ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്തു വരുന്നു, പോപ്പുലർ ആയിട്ടുള്ള മാഗസിൻസിൽ ഇതിനെക്കുറിച്ചുള്ള സംഗതികൾ ചർച്ചകൾ വരുന്നു, പിന്നീട് സോഷ്യൽ മീഡിയയിലേക്ക് വ്യാപിക്കുമ്പം ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നു. അങ്ങനെ എക്കോളജിക്കലി എൻവയോൺമെൻ്റലി ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു സമൂഹം ഇങ്ങനൊരു കോൺഷ്യസ്നെസ്സിലേക്ക് കേരളത്തിലും വരുന്നുണ്ട്. അല്ല, കേരളത്തിന് പ്രത്യേകമായ രീതിയിലുള്ള ഒരു വരവില്ല. ഈ ആഗോളതലത്തിൽ വരുന്ന ഈ മാറ്റങ്ങളിലൂടെ, ആ ഷിഫ്റ്റിലൂടെ വേണമെങ്കിൽ നമുക്കതിനൊരു സിസ്മിക് ഷിഫ്റ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. കാര്യം അന്ന് വരെ ഉണ്ടായിരുന്ന നമ്മൾ പുറത്തു നിർത്തിയിരുന്ന പ്രകൃതിയെ അകത്തേക്ക് കടത്തി നിർത്തി നമ്മുടെ കൂടെ നിർത്തി ചിന്തിക്കുന്ന ഒരു കിത്തൻകിൻ രീതിയിലേക്ക്, ഡീപ്പ് എക്കോളജി അല്ലെങ്കിലും വരുന്ന ഒരു സംഭവം അതിലുണ്ട്. ഇതിനിടയ്ക്ക് നമ്മൾ സൂചിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ, ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ഒരു എൻസൈക്ലിക്കൽ എന്ന് പറഞ്ഞാൽ ചാക്രിക ലേഖനം, ലൗദാത്തോസി എന്ന് പറയുന്ന ഒരു ചാക്രിക ലേഖനം. ആദ്യമായിട്ടാണ് ഒരു പോപ്പ് ഇത്രമാത്രം കൃത്യമായ രീതിയിൽ എങ്ങനെയാണ് മുതലാളിത്ത വ്യവസ്ഥ, മൂലധന വ്യവസ്ഥ ഈ പരിസ്ഥിതിയെ നശിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആഗോള തലത്തിലുള്ള ചർച്ചകളും സംവാദങ്ങളും ഒക്കെ കേരളത്തിൻ്റെ വളരെ ലിറ്ററേറ്റ് ആയിട്ടുള്ളൊരു സമൂഹത്തെ ഇതിലേക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കേരളത്തിലും ഇത്തരത്തിലൊരു അവബോധം ഉണ്ടായി വരുന്നത്. ഈ കോ എക്സിസ്റ്റൻസ് എന്നത് പാരിസ്ഥിതിക സംവാദങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കല്പമാണ്. മനുഷ്യനും വന്യജീവികളും സഹവർത്തിത്വത്തോടെ കഴിയുക എന്നത്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ മനുഷ്യരുടെ വാസസ്ഥലങ്ങളും വന്യജീവികളുടെ വാസസ്ഥലങ്ങളും തമ്മിൽ അങ്ങനെ ഒരു അതിര് നിർണ്ണയിക്കുക പ്രയാസമാണ്. പരസ്പരം കൂടിക്കലർന്ന് കിടക്കുന്ന ഒരു സ്വഭാവത്തിലാണ് കേരളത്തിന്റെ ഭൂപ്രകൃതി ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു കോ എക്സിസ്റ്റൻസ് ഇവിടെ സാധ്യമായിരുന്നു. ഇപ്പം ഈവൻ വേട്ട നടന്നിരുന്ന കാലത്ത് പോലും ഒരു സഹവർത്തിത്വത്തോടെ മനുഷ്യർ ഈ വനത്തിനോട് ചേർന്ന സ്ഥലങ്ങളിൽ, വനാതിർത്തികളിൽ താമസിച്ചിരുന്നു. പക്ഷെ കഴിഞ്ഞ കുറേ കാലങ്ങളായി മനുഷ്യ വന്യജീവി സംഘർഷം കൂടി വരുന്നൊരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അപ്പൊ ഈ കോ എക്സിസ്റ്റൻസിന്റെ ഒരു ചരിത്രത്തെ കേരളത്തിന്റെ ഒരു പരിസ്ഥിതി ചരിത്രകാരൻ എന്ന രീതിയിൽ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെ സങ്കീർണമായ ഒരു ചോദ്യമാണ്. കോ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന വാക്ക് തന്നെ എത്രമാത്രം ഇതിൽ ശരിയാണ് എന്ന് എനിക്കറിയില്ല. അങ്ങനൊരു കോ എക്സിസ്റ്റൻസ് ഒരു കാലത്തും മാനവ ചരിത്രത്തിൽ ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മനുഷ്യൻ്റെ സ്വഭാവ മാറ്റം, സാമ്പത്തികമായ രീതിയിലുള്ള പുതിയ സംവിധാനങ്ങൾ വരുന്നതോടുകൂടി അങ്ങനെയൊരു ജീവിതം, ഇപ്പോൾ കാട്ടിൽ ജീവിച്ച് കാടുമായിട്ട് അഭേദ്യമായ ബന്ധം ഉള്ള ഒരു സമൂഹം, കാടിനെയും അവരുടെ ജീവലോകവുമായിട്ട് ബന്ധിപ്പിക്കുന്നൊരു സമൂഹം ഒക്കെ പണ്ടുണ്ടായിരുന്നു എങ്കിൽ അതുണ്ടായിരുന്നതൊക്കെ ഒരു എന്താണ് പറയുന്നത്, ഈ സാമ്പത്തിക സംവിധാനങ്ങളൊക്കെ വികസനം പ്രാപിക്കുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥയാണ് എന്ന് പറയുന്നത്. അത് ഈ മോഡ് ഓഫ് റിസോഴ്സ് യൂസിൽ ഗാഡ്ഗിലും കുക്കിയും കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമാണ്. അതായത് ഈ ഹണ്ടിങ് ഗാദറിങ് പീരീഡിൽ അവർക്ക് പ്രകൃതി അധികം ചൂഷണം ചെയ്യാൻ പറ്റാതിരുന്നത് അവരുടെ ഇന്നസെൻസ് കൊണ്ടൊന്നുമല്ല, അവർക്ക് അതിനുവേണ്ടി സാങ്കേതിക സംവിധാനങ്ങളില്ലായിരുന്നു എന്നുള്ളതാണ്. അന്നും നല്ല മരത്തിന് വേണ്ടിയും നല്ല വൃക്ഷലതാദികൾക്ക് വേണ്ടിയും ഫലഭൂഷ്ടിയായ മണ്ണിന് വേണ്ടിയും നല്ല നദിക്കരകൾക്ക് വേണ്ടിയൊക്കെ വലിയ സംഘർഷമൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാര്യം അന്നും മനുഷ്യൻ അതിനുവേണ്ടിയൊക്കെ സംഘടന ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ്. ഈ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന വിഷയത്തിൽ നമ്മൾ വെച്ച് നോക്കുവാണെങ്കിൽ, ഇപ്പോഴത്തെ ഒരു സംഗതി വെച്ച് നോക്കുവാണെങ്കിൽ ഇതിൽ സർവൈവലിൻ്റെ ഇഷ്യൂ രണ്ട് ഭാഗത്തും ഉള്ളതായിട്ട് എനിക്ക് കാണുന്നു. അപ്പോൾ ആനയ്ക്ക് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നല്ല പുല്ല് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അത് കഴിക്കുന്ന രീതിയിലുള്ള ആഹാരം അതിനെ കാട്ടിക്കിട്ടണം. അത് കിട്ടാത്ത രീതിയിലായി കഴിയുമ്പോൾ അത് പുറത്തേക്ക് ചാടും എന്നുള്ളതാണ്. എങ്ങനെയാണ് അരിക്കൊമ്പൻ അരി ഇഷ്ടപ്പെട്ട് തുടങ്ങിയെന്നുള്ളൊരു ടേസ്റ്റ് ഡിഫറൻസിൻ്റെ ഒരു സംഗതിയിൽ അത് മനസ്സിലാകും. അപ്പോൾ ആനയ്ക്ക് അതിന് തന്നെ ഒരു റൈറ്റ് ഉണ്ടല്ലോ. അപ്പം ആ റൈറ്റ് നമ്മൾ കാണണം. അതിനെ നമ്മൾ ശക്തമായിട്ട് നമ്മളതിനെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്തു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ അരിക്കൊമ്പനെ ആ ലോറിയിൽ അങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് വലിയ സങ്കടം വന്നൊരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. അതിവിടെ വളരെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെ മാറ്റുകയാണ്. അപ്പം റിസോർട്ട് മാഫിയകളുടെ വരവ്, വികസനം, നമ്മൾ നേരത്തെ പറഞ്ഞ വികസനം, ടൂറിസത്തിൻ്റെ വരവ്, ടൂറിസത്തിന് വിഘ്നമായിട്ട് നിൽക്കുന്ന ഒരു വില്ലനായിട്ട് ആന, കടുവയ്ക്ക് വരെ ആന വന്നിരിക്കുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ വരുമ്പോൾ അതിനെ ഒതുക്കുക, അതിനെ കണ്ടെയ്ൻ ചെയ്യാവുന്നൊരു കോർപ്പറേറ്റ് യുക്തിയുണ്ട് ഒരു ഭാഗത്ത്.
മറുഭാഗത്ത് ഈ വന്യജീവികൾക്ക് കാട്ടിനകത്ത് തന്നെ ഇപ്പം വലിയ ചേഞ്ചസ്, എക്കോളജിക്കൽ ചേഞ്ചസ് വന്നതിന് ശേഷം ഈ ഇൻവേസീവ് സ്പീഷീസിൻ്റെ ഒക്കെ വരവ് മൂലം അവർക്ക് കിട്ടേണ്ട ശരിയായ രീതിയിലുള്ള ഫുഡ്, ആഹാരം കാട്ടിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അവരും സർവൈവലിന് വേണ്ടി ശ്രമിക്കുകയാണ്. ആ സമയത്താണ് ദാറ്റ് കംസ് ഇൻ ടു കൊളീഷൻ വിത്ത് ദ പെസൻറ്റ്. ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന, കാടിനടുത്ത് താമസിക്കുന്ന പാവപ്പെട്ട കൃഷിക്കാർ അവരുണ്ടാക്കി വെക്കുന്ന വിളകൾ, ഇപ്പോൾ വാഴയാണെങ്കിലും അല്ലെങ്കിൽ ചേനയാണെങ്കിലും കപ്പയാണെങ്കിലും പന്നിയും അതുപോലെ തന്നെ മറ്റു വന്യമൃഗങ്ങളൊക്കെ വന്ന് തിന്നും നശിപ്പിച്ചും മാറുമ്പോൾ അവർക്കും വിഷമം ഉണ്ടാകുകയാണ്. അപ്പോൾ ഈ അർത്ഥത്തിലുള്ള ഒരു സംഘർഷം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു കോ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്, ആ കോ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു സഹവർത്തത്തോടുകൂടിയുള്ള ജീവിതം നല്ലതാണെന്നൊക്കെ നമ്മൾ വാദിക്കാം, നമുക്ക് വേണമെങ്കിൽ വാദിക്കാം. പക്ഷേ എങ്കിലും പ്രാക്ടിക്കൽ റിയാലിറ്റിയിൽ അതെങ്ങനെ സാധ്യമാകുമെന്നുള്ളൊരു പ്രശ്നമാണ്, രൂക്ഷമായ പ്രശ്നമാണ് ഇന്നുള്ളത്. ഇന്ന് രണ്ട് കൂട്ടരുടെയും സർവൈവലിൻ്റെ ഇഷ്യൂ ആണ് ഇവിടെ. നിലനിൽപ്പ്, കാട്ടിലുള്ള മൃഗങ്ങൾക്ക് നിലനിൽപ്പില്ലാതെ ഇവിടെ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് നിലനിൽപ്പില്ലാതെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഈ ഒരു ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള, പക്ഷേ കൃത്യമായി രണ്ടു കൂട്ടരും അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഒന്ന് തന്നെയാണെന്നുള്ള ആ ഒരു സന്നിഗ്ധാവസ്ഥയിൽ വേണം നമ്മളിതിനെ കാണുവാനെന്നുള്ള ഒരു ചിന്തയാണ് എനിക്കുള്ളത്. ഹിസ്റ്റോറിക്കലി നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണല്ലേ, ഈ കോൺഫ്ലിക്റ്റിന്റെ ഒരു ചരിത്രം നമ്മൾ നോക്കുമ്പോഴും അതിൽ ഈ പറയുന്ന കോ എക്സിസ്റ്റൻസ് നഷ്ടമായ സമയത്താണോ ഈ കോൺഫ്ലിക്റ്റ് കൂടി വന്നിട്ടുള്ളത്? തീർച്ചയായിട്ടും കോ എക്സിസ്റ്റൻസ് നഷ്ടമാകുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ ഗാഡ്ഗിൽ ഗുഹ തീസിസ് വെച്ച് നോക്കുവാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജിലാണ്. ഈ നൊമാഡിക് പാസ്റ്ററൽ സ്റ്റേജിൽ തന്നെ ആ കോ എക്സിസ്റ്റൻസ് നഷ്ടപ്പെടുന്നുണ്ട്. കാരണം കൂടുതൽ പ്രദേശങ്ങൾ കണ്ടെടുത്തുന്നു, കൂടുതൽ ആനിമൽസിനെ കാണുന്നു, കൂടുതൽ പ്രകൃതി വിഭവങ്ങളെ കാണുന്നു. അപ്പോൾ ചൂഷണത്തിനുള്ളൊരു ത്വര ഉണ്ടാകുന്നുണ്ട് മനുഷ്യന്. ഫസ്റ്റ് ഷിഫ്റ്റ് ടു ആന്ത്രപ്പോസെൻട്രിക് ആയിട്ടുള്ള ഒരു ഫാക്ടറിലേക്ക് അവർ മാറുന്നൊരു സമയമാണ് ഈ നൊമാഡിക് പാസ്റ്ററലിസം എന്ന് പറയുന്ന സമയത്ത് സംഭവിക്കുന്നത്. അന്ന് മുതൽ ഇങ്ങോട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതിന് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹണ്ടിങ് ഗാദറിങ് പീരീഡിൽ എന്ന് പറഞ്ഞാൽ ടെക്നോളജി മോശമായിരുന്നു. അവർക്ക് കൃത്യമായ രീതിയിൽ ഈ പ്രകൃതിയെക്കുറിച്ച് അറിയത്തില്ല, എന്താണ് ഹറിക്കേൻ എന്നറിയില്ല, എന്താണ് സൈക്ലോൺ എന്നറിയില്ല, എന്തുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നതെന്ന് അറിയില്ല. ചെറിയൊരു പ്രദേശത്ത് അവർ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതൊരു ക്ലോസ്ഡ് എക്കണോമിക് സിറ്റുവേഷനിലാണ് ഈ കോ എക്സിസ്റ്റൻസ് ഒക്കെ പറഞ്ഞ സംഗതി നിൽക്കുന്നത്. ക്ലോസ്ഡ് എക്കണോമിയാണ്. അവരെന്ന് ചിലപ്പം അവരെ ഈ മൃഗങ്ങൾ ആക്രമിച്ച് കാണില്ല. കാര്യം ആ മൃഗങ്ങൾക്ക് ധാരാളം ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കാട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വഴിക്ക് പോകും, ഇവരിതിൻ്റെ വഴിക്കും പോകും. ഇന്നും അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഇന്നും ഹണ്ടിങ് ഗാദറിങ് നടത്തി ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ പലയിടത്തും, ലോകത്തിൻ്റെ പല ഭാഗത്തും. അവർക്ക് അവിടെ ഈ കോ എക്സിസ്റ്റൻസ് പോസിബിൾ ആകുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വലിയ ഹൈവേകൾ പണിയുന്നില്ല, അവർ ഡാം പണിയുന്നില്ല, അവർ വലിയ ബിൽഡിങ്ങുകൾ പണിയുന്നില്ല, അവർ ആനത്താരകളെ നശിപ്പിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ജീവിതം, ആ ജീവിതത്തിൻ്റെ അകത്തൊരു കോ എക്സിസ്റ്റൻസ് ഉണ്ട്. ദാറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് എക്കോളജിക്കൽ ഇഷ്യൂ ആണ്. അത് നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ എക്കോളജിക്കൽ കോൺഫ്ലിക്റ്റ്, ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ഭാവിയിൽ ഒരു കോ എക്സിസ്റ്റൻസ് പോസിബിൾ ആണോ എന്ന ചോദ്യത്തിന് ഉത്തരം തന്നെ വളരെ ബുദ്ധിമുട്ടായി ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഭൂപ്രകൃതിയിലും പരിസ്ഥിതിയിലും ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ആധികാരിക സൂചനകൾ നൽകുന്ന ഒരു ചരിത്രരേഖയാണ് ചലച്ചിത്രങ്ങൾ എന്ന് ഈ പുസ്തകത്തിൽ സാർ പറയുന്നുണ്ട്. ഈ ചലച്ചിത്രങ്ങൾ എങ്ങനെയാണ് ഒരു എക്കോളജിക്കൽ ആർക്കൈവായിട്ട് മാറുന്നത്? ഒരു ചലച്ചിത്ര നിരൂപകൻ കൂടിയാണ് ചരിത്രകാരൻ എന്നതിലുപരി, അല്ലെങ്കിൽ ചരിത്രകാരൻ എന്നത് കൂടാതെ ഒരു ചലച്ചിത്ര നിരൂപകൻ കൂടിയാണ് താങ്കൾ. എങ്ങനെയാണ് ഈ ചലച്ചിത്രങ്ങൾ ഇതിന്റെ ഒരു രേഖയായി മാറുന്നത്? ഒന്ന് വിശദീകരിക്കാമോ? ചലച്ചിത്രങ്ങൾ തീർച്ചയായിട്ടും ഒരു പാരിസ്ഥിതിക ചരിത്രകാരനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട സോഴ്സുകളാണ്. കേരളത്തിലെ ചലച്ചിത്രങ്ങൾ തന്നെ എടുക്കുകയാണെങ്കിൽ ഒരു ഹെയ്ഡൻ വൈറ്റിൻ്റെ ഒരു ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ ഹിസ്റ്ററി 40 എന്ന് പറയും. ചലച്ചിത്രങ്ങളിലൂടെ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫുകളിലൂടെ നമുക്ക് ചരിത്രത്തെ പഠിക്കുവാനായിട്ട് സാധിക്കും. കേരളത്തിൻ്റെ കാര്യത്തിൽ മലയാളിയുടെ ഭൂപ്രദേശങ്ങൾ എല്ലാം തന്നെ എല്ലാ ചലച്ചിത്രങ്ങളിലും വളരെ കൃത്യമായ രീതിയിൽ അവർ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാ ചലച്ചിത്രങ്ങളും നമുക്ക് ഇന്ന് നമ്മുടെ കൺമുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രേം നസീറിൻ്റെ ചലച്ചിത്രങ്ങളാണ്. കാര്യം പ്രേം നസീറിൻ്റെ ചലച്ചിത്രങ്ങളിൽ നമ്മൾ തെങ്ങ് കാണുന്ന പോലെ മറ്റൊരു ചലച്ചിത്രത്തിലും നമുക്ക് തെങ്ങ് കാണാനായിട്ട് സാധിക്കുന്നില്ല. പ്രേം നസീർ ഉണ്ടെങ്കിൽ അവിടെ ഒരു തെങ്ങും കാണും, ആ തെങ്ങിന് ചുറ്റും ഒരു സീനും കാണും. അപ്പം തീർച്ചയായിട്ടും ഞാൻ പല ചലച്ചിത്രങ്ങളും കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പ്രേം നസീറിൻ്റെ മുഖവും കാണിക്കും, ജയഭാരതി അല്ലെങ്കിൽ ഷീലയെ കാണിച്ചതിന് ശേഷം അവരുടെ പ്രണയരംഗമായിരിക്കും കാണിക്കുന്നത്. അതിനുശേഷം ക്യാമറ തെങ്ങ് കയറി തേങ്ങ എണ്ണുന്നൊരു പരിപാടി സാധാരണ ചലച്ചിത്രത്തിൽ വരാറുണ്ട്. അപ്പോൾ അത്രമാത്രം കോക്കനട്ട് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. ഞാൻ അടുത്ത കാലത്ത് ഒരു സംവിധായകനോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, പണ്ടിത് പോസിബിൾ ആയിരുന്നു, ഇന്ന് ഒന്നുകിൽ അല്ലെങ്കിൽ തേനിക്ക് പോകേണ്ട വരുമെന്ന് ഈ തേങ്ങ കാണിക്കാൻ. അപ്പം തെങ്ങ്, മറ്റു വൃക്ഷങ്ങൾ, നമ്മുടെ മലയാളിയുടെ ചില ഈ വേലികളില്ലേ, വേലി എന്തൊക്കെ കൊണ്ടാണ് ഈ വേലി ഉണ്ടാക്കിയിരുന്നത്? വ്യത്യസ്തമായ രീതിയിൽ ഈ തെങ്ങോല വെച്ചിട്ടുള്ള വേലികൾ നമ്മൾ കണ്ടിട്ടുണ്ട്.
തെങ്ങ് പാലം, ചെറിയ അരുവികൾക്ക് അല്ലെങ്കിൽ ചെറിയ തോടിന് കുറുകെ തെങ്ങിൻ്റെ പാലമാണ്, തെങ്ങാണ് അവിടെ ഉപയോഗിക്കുന്നത്. കൊപ്ര ഉണങ്ങിയിട്ടിരിക്കുന്ന സീനുകൾ, ഇങ്ങനെ ധാരാളം സീൻ. തെങ്ങ് ഒരു പ്രധാനപ്പെട്ട ഒരു എലമെൻ്റ് ആണ് നമ്മുടെ മലയാളിയുടെ ചരിത്രത്തിൽ. പക്ഷേ ഇങ്ങോട്ട് വരുംതോറും തെങ്ങ് ഇങ്ങനെ അപ്രത്യക്ഷമായി ആ സ്ഥാനത്ത് മറ്റു മരങ്ങളും അല്ലെങ്കിൽ ഉദ്യാനങ്ങളും അല്ലെങ്കിൽ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളും ഒക്കെ ആയി മാറുന്ന ഒരു സംഗതി, ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില ചലച്ചിത്രങ്ങൾ വളരെ ഫോക്കസ് ചെയ്ത് ചില പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഈ വിജ്ഞാനകോശത്തിൽ പറയുന്നു. ഞാൻ ആ ചലച്ചിത്രങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ പറയുന്നത് എല്ലാ ചലച്ചിത്രങ്ങളും ഇതുപോലെ ടാറിടാത്ത റോഡുകളിലൂടെ പോകുന്ന സമയത്ത്, വാഹനം പോകുന്ന സമയത്തുണ്ടെന്ന് പൊടിപടലം. വ്യക്തിപരമായി എനിക്ക് തന്നെ പരിചയമുള്ളതാണ്. പണ്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഓടി രക്ഷപ്പെടുമായിരുന്നു. ഈ വണ്ടി വരുന്ന സമയത്ത് ഈ പൊടിപടലത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്. അത് പിന്നീട് ടാറിട്ട റോഡുകളായിട്ട് മാറി, നാഷണൽ ഹൈവേകളായിട്ട് മാറുകയാണ്. അതിന് സമീപ പ്രദേശത്തുണ്ടായിരുന്ന ചില കടകൾ, ആ കടകളിൽ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന് പറയുന്ന സിനിമ നമ്മളിപ്പോൾ കാണുക. അതിൻ്റെ ഒരു കളർ വെർഷൻ, പ്രവാചകന്മാരെ എന്ന് പറയുന്ന ആ പാട്ടിന് സത്യൻ പോകുന്ന സമയത്ത്, മറൈൻ ഡ്രൈവിൽ കൂടെ പോകുന്ന സമയത്ത്, യഥാർത്ഥ മറൈൻ ഡ്രൈവിനെ കാണണമെന്നുണ്ടെങ്കിൽ അനുഭവങ്ങൾ പാളിച്ചകളാണ് നമുക്ക് മുമ്പിൽ പോകുന്നത്. ഒരു ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻ്റാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ധാരാളം ചലച്ചിത്രങ്ങൾ, ഈ പ്രേംനസീറിൻ്റെ മാത്രം ചലച്ചിത്രങ്ങളിൽ ഏത് ചലച്ചിത്രം എടുത്തു കഴിഞ്ഞാലും കേരളത്തിൻ്റെ ഭൂപ്രദേശത്തെ കുറിച്ചിട്ട് അത്തരത്തിലുള്ള പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ കേരളത്തിൽ? ഒരു പരിധിവരെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, കൂടുതലൊന്നും ഉണ്ടായിട്ടില്ല. കാര്യം സിനിമ എന്ന് പറയുന്നത് ചരിത്രകാരന്മാർക്ക് ഒരു ഹുങ്കുണ്ടല്ലോ. സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും, ചലച്ചിത്രം എന്ന് പറയുമ്പോഴത്തേക്കും അത് മൊത്തം ഫിക്ഷനാണ്, ഭാവനയാണെന്നൊരു ഹുങ്കുണ്ട്. പക്ഷേ ഈ സിനിമ എത്രമാത്രം റെക്കോർഡിക്കലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥിതിയുടെ, പുകപടലങ്ങളുടെ, ഇപ്പം ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. 1977 തോന്നുന്നു ഹരിഹരൻ സംവിധാനം ചെയ്ത സുജാത എന്ന് പറഞ്ഞൊരു സിനിമയിൽ അവിടെ ഒരു മുതലാളി KP ഉമറും അദ്ദേഹം മറ്റൊരാളുമായിട്ട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് തൊട്ടകലെ ഒരു വലിയ പുകക്കുഴലിൽ നിന്നും ഈ പുക മുകളിലേക്ക് പോകുന്നത് ഞാൻ കാണുന്നുണ്ട്. കേരളത്തിലെ പൊല്യൂഷൻ ഉണ്ടാകുന്ന ഫാക്ടറി സിസ്റ്റം വരുന്നൊരു സംഗതിയാണ്. ആ സമയത്ത് തന്നെ ഒരു കല്യാണാലോചന വരുവാണ് ഈ ഇദ്ദേഹത്തിൻ്റെ അനന്തരവന്. അപ്പോൾ അദ്ദേഹം ഈ KP ഉമർ പറയുന്നൊരു ഇതുണ്ട്, നമുക്ക് ഒന്നാം പ്രാമുഖ്യം അതിന് ലിസ്റ്റിൽ ഒന്നാമത് നിൽക്കുന്നത് തോട്ട വ്യവസായിയാണ്, തോട്ട മുതലാളിയാണ്. IAS പോലും ഡോക്ടറൊക്കെ രണ്ടാമത് വരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആ കാലഘട്ടത്തുള്ള ഈ തോട്ട വ്യവസായികളുള്ള പ്ലാൻ റോഡൊക്കെയുള്ള ഒരു ആരാധന സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചലച്ചിത്ര സിനിമയെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഈവൻ എക്കോളജിക്കൽ കോൺഷ്യസ്നെസ്സിനെ പോലും, ഇതൊരു എക്കോളജിക്കൽ കോൺഷ്യസ്നെസ് അല്ലേ? ഈ ഒരു സമൂഹം ചിന്തിക്കുകയാണ്, നമുക്കൊരു പ്ലാൻ ഡ്രൈവ് വേണം നമ്മുടെ മകന് അല്ലെങ്കിൽ മകൾക്ക് ഭർത്താവായിട്ടെന്ന് പറയുമ്പോൾ തന്നെ ആ പ്ലാൻ ഡ്രൈവയുടെ സ്റ്റാറ്റസൊക്കെയാണ് സിനിമയിലൂടെ വരുന്നത്. നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ മാത്രമല്ല. അപ്പം ഈ മണ്ണും കാലാവസ്ഥയും റോഡും അതിലൂടെ ഓടുന്ന വാഹനങ്ങളും ചെറിയ പുഴകളും, ഞാൻ ചില ചലച്ചിത്രങ്ങൾ കാണുന്നത് വ്യക്തമായി നോക്കാറുണ്ട്. ചെറിയ പുഴകൾ നമുക്ക് ധാരാളം കാണാനായിട്ട് സാധിക്കും, ചെറിയ തോടുകൾ കാണാൻ സാധിക്കും. ഞാനപ്പോൾ ആ സമയത്ത് സൂം ചെയ്ത് നോക്കാറുണ്ട്. ഏതെങ്കിലും ഒരു തോടിൻ്റെ സമയത്ത് ഒരു തോടിൻ്റെ സൈഡിൽ ഒരു പ്ലാസ്റ്റിക് ഉണ്ടെന്ന്, ഒരു ഒറ്റ പ്ലാസ്റ്റിക് വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇന്നിപ്പം നമ്മൾ ചുമ്മാ ജസ്റ്റ് ഒരു 2 കിലോമീറ്റർ മാറിയ മണിവിലാറിൻ്റെ സൈഡിൽ കൂടെ പോയാലേ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ തോടൊഴുകുന്നതിനൊപ്പം തന്നെ ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ അവർ ഉത്സവം വേളം പോലെ എല്ലാ ചില്ലുകളിലും ഈ മരച്ചില്ലുകളിലും പറ്റിപ്പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എക്കോളജിക്കൽ ട്രാൻസ്ഫോർമേഷനെ ചലച്ചിത്രങ്ങൾ കൃത്യമായ രീതിയിൽ, ഈ മോഷൻ പിക്ചേഴ്സ്, ഫീച്ചർ ഫിലിംസ്, അതിനൊപ്പം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫോട്ടോഗ്രാഫുകൾ, പല പ്രദേശങ്ങളുടെയും ഫോട്ടോഗ്രാഫുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മാറ്റത്തെ കൃത്യമായ രീതിയിൽ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. വേറെ മറ്റു രാജ്യങ്ങളിൽ ചരിത്രകാരന്മാർ അങ്ങനെ പഠിക്കുന്നുണ്ടോ അത്തരത്തിൽ? മറ്റു രാജ്യങ്ങളിൽ ചരിത്രത്തെ ഒരു മെറ്റീരിയലായി എടുത്തിട്ട് തീർച്ചയായിട്ടും ഈ ഫിലിം ഹിസ്റ്ററി എന്ന് പറയുന്ന മറ്റു രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിയോഗ്രാഫിക്കൽ സംഗതിയായിട്ട് മാറിയിട്ടുണ്ട്. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം സ്ലേവ്സ് ഓൺ ദ സ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് നതാലി സിമോൺ ഡേവിസിന്റെ ഒരു ചലച്ചിത്രത്തെ കുറിച്ചുള്ള പഠനമുണ്ട്. അടിമകളെ എങ്ങനെയാണ് സ്ക്രീനിൽ കാണുന്നത് എന്നുള്ളത്. അപ്പം അടിമത്തത്തിന്റെ ചരിത്രം സ്ക്രീനിൽ വരികയാണ്. അതുപോലെ തന്നെ ഈ എർത്ത് ക്വേക്ക്, ലാൻഡ് സ്ലൈഡ് വിക്ടിംസിനെ കുറിച്ചുള്ള ചലച്ചിത്രങ്ങൾ വരുന്നത്, അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. എൻവയോൺമെന്റൽ പൊളിറ്റിക്സിനെ കുറിച്ചുള്ള, ആദിവാസികളെ കുറിച്ചുള്ള ചലച്ചിത്രങ്ങൾ പ്രത്യേക പഠന രീതിയായിട്ട് വരുന്നുണ്ട്. അപ്പം ഈ ചലച്ചിത്രങ്ങൾ പഠനം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു പോസ്റ്റ് മോഡേൺ കാഴ്ചപ്പാടിലാണ്. ഉത്തരാധുനികത ആണ് അതിൻ്റെ ഒരു അംശം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചലച്ചിത്രങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ആർക്കൈവിൽ നിന്ന് കിട്ടുന്ന ഒരു റെക്കോർഡ് ആയിട്ട് നമ്മൾ ഈ നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ചരിത്രകാരൻ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുകയെ. അപ്പോൾ ആർക്കൈവിൽ നിന്ന് കിട്ടുന്ന റെക്കോർഡ് എന്ന് പറയുന്നത് 100% സത്യം അടങ്ങിയ ഒരു റെക്കോർഡ് എന്നുള്ള ധാരണയിലാണ് ഈ ചരിത്രകാരന്മാർ ഇങ്ങനെ ചിന്തിക്കുന്നത്. അതേസമയത്ത് നമ്മുടെ പഴയൊരു ചലച്ചിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പതേർ പാഞ്ചാലി നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ, പതേർ പാഞ്ചാലിയിൽ ഇന്ത്യയിലെ ദാരിദ്ര്യമാണ്.
ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ശരിയല്ലേ? ഇന്ത്യയിലെ ദാരിദ്ര്യത്തെക്കുറിച്ച് നെഹ്റുവിൻ കാലഘട്ടത്തിലെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് പതന പാഞ്ചാലി ചർച്ച ചെയ്യുന്നത്. അതൊരു ഒന്നാം തരം സോഷ്യൽ ഡോക്യുമെൻ്റ് അല്ലേ? ഇപ്പം വളരെ രസകരമായ ഒരു ചലച്ചിത്രമാണ്, രസകരം എന്ന് പറയുന്നത് വളരെ ഗൗരവമേറിയൊരു ചലച്ചിത്രം അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത കൊടിയേറ്റം എന്ന് പറയുന്നൊരു ചലച്ചിത്രം. ഗോപി അഭിനയിക്കുന്ന ഒരു രംഗം ഇതിനകത്തുണ്ട്. ഗോപി നല്ലൊരു വെള്ള ഷർട്ടും വെള്ളം കൊണ്ടു കൊടുത്തിട്ട് തൻ്റെ ഭാര്യയുടെ കൂടെ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് പോവുകയാണ്. അപ്പം മടി റോഡാണ്, ടാർ ചെയ്യാത്ത റോഡിൽ മഴ പെയ്ത സമയത്ത് ധാരാളം വെള്ളം കിടപ്പുണ്ട്. ചെളിവെള്ളം ഒരു വണ്ടി വന്ന് തെറിച്ച്, ഒരു വണ്ടിയേ ഉള്ളൂ, ആ വണ്ടി വന്ന് തെറിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മൊത്തം ചെളിവെള്ളം ആയിട്ട് ഇങ്ങനെ അദ്ദേഹം നിൽക്കുകയാണ്. അദ്ദേഹം നിൽക്കുന്ന സമയത്ത് ഈ ക്യാരക്ടർ പറയുന്നത് എന്താണെന്നുള്ളത് നമ്മുടെ എൻവയോൺമെൻറ്റൽ ഹിസ്റ്ററി ആയിട്ട് എക്കോളജി ആയിട്ട് വളരെ പ്രാധാന്യമുള്ളൊരു സ്റ്റേറ്റ്മെൻ്റാണ് അവിടെ വെക്കുന്നത്. എന്തൊരു സ്പീഡ് എന്നാണ് പറയുന്നത്. അപ്പം വളരെ സ്പീഡിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഈ പരിസ്ഥിതി മാറ്റങ്ങൾ കണ്ടിട്ട് അതിൻ്റെ വശീകരണത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ വശ്യതയിൽ ഇങ്ങനെ അത് നോക്കി നിൽക്കുന്ന ഒരു സമൂഹം. ഈ ചലച്ചിത്രത്തിന് അതുകൊണ്ട് പല രീതിയിൽ നമ്മളോട് സംസാരിക്കാനുള്ള, സംവേദിക്കാനുള്ള, പരിസ്ഥിതിയെക്കുറിച്ച് സംവേദിക്കാനുള്ള കഴിവുള്ള ആർക്കൈവുകൾ തന്നെയാണ്. അതിനെ ഉപയോഗിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായും ഈ ചരിത്ര രചനാ രീതികൾ വല്ലാതെ മാറിയിട്ടുള്ളൊരു കാലമാണിത്. അവഗണിക്കപ്പെട്ട പല ശബ്ദങ്ങളും ചരിത്രത്തിലേക്ക് കടന്നു വരുന്നു. അരികുവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദങ്ങൾ കടന്നു വരുന്നു. അത്തരത്തിലുള്ള മാറ്റങ്ങളെ ഈ പാരിസ്ഥിതിക ചരിത്ര രചന എത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ട്? പാരിസ്ഥിതിക ചരിത്ര രചനാ രീതിശാസ്ത്രം തന്നെ അടിസ്ഥാനപരമായിട്ട് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട പ്രകൃതിയെയും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തെയും വെളിച്ചത്ത് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഒരു ഐഡിയോളജിക്കൽ കോണ്ടെക്സ്റ്റ് തന്നെ, അല്ലെങ്കിൽ ഒരു എപ്പിസ്റ്റമോളജിക്കൽ കോണ്ടെക്സ്റ്റ് തന്നെ അതാണ്. അത് വന്നിരിക്കുന്നത് തന്നെ ഇപ്പോൾ ഇന്ത്യയിലെ പാരിസ്ഥിതിക ചരിത്രം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് 1980s ഫോറസ്ട്രി ഡിബേറ്റാണ്. വനം ആർക്ക് വേണ്ടി? വനത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണോ, അതോ വനം സ്റ്റേറ്റിന് വേണ്ടിയാണോ, അതോ വനം ഇൻഡസ്ട്രിയലിസ്റ്റിന് വേണ്ടിയാണോ എന്നുള്ളതാണ്. അപ്പോൾ ആ ചോദ്യത്തെ കൺഫ്രണ്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിൻ്റെ, ഒരു എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റിൻ്റെ ഒരു റിപ്പർക്കഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെസ്പോൺസ് ആയിട്ടുള്ള പല പരിസ്ഥിതി ചരിത്രവും ഇന്ത്യയിലുണ്ടായി വരുന്നത്. ഇപ്പോൾ അൺഗോയിറ്റ് വുഡ്സും എക്കോളജിക്കൽ ഫിഷർ ലാൻഡും ഒക്കെ വരുന്ന ഒരു സാഹചര്യം അതാണ്. അപ്പോൾ എപ്പോഴും ഒരു പ്രതിരോധം തീർക്കുന്ന വരേണ്യ ആധിപത്യ ചരിത്രങ്ങൾക്ക് പ്രതിരോധം തീർക്കുന്ന ഒരു മണ്ണിൻ്റെ സ്വഭാവവും ഗുണവുമുള്ള ഒരു ചരിത്രം തന്നെയാണ് പരിസ്ഥിതി ചരിത്രം. അത് റെസിസ്റ്റൻസിൻ്റെ ഒരു ചരിത്രമായിട്ട് തന്നെ അൾട്ടിമേറ്റ്ലി മാറും എന്നുള്ളതാണ്. ആർക്കെതിരെയുള്ള റെസിസ്റ്റൻസാണ്? ക്യാപിറ്റലിസത്തിനെതിരെയുള്ള റെസിസ്റ്റൻസ്, ഫ്യൂഡലിസത്തിനെതിരെയുള്ള റെസിസ്റ്റൻസ്, എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള കോർപ്പറേഷനുകൾക്കെതിരെയുള്ള റെസിസ്റ്റൻസ്. പരിസ്ഥിതി ചരിത്രത്തിൻ്റെ അടിത്തട്ടിൽ പ്രകൃതി സംവിധാനങ്ങൾ, കാറ്റ്, കടൽ, മഴ, കാലാവസ്ഥ ഒക്കെ ഇങ്ങനെ അടങ്ങിയിരിക്കുന്നതോടൊപ്പം അടങ്ങിയിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആശയവും സാമൂഹ്യ നീതി നിഷേധിക്കപ്പെട്ട, അവസരം നിഷേധിക്കപ്പെട്ട, പാർപ്പിടം നിഷേധിക്കപ്പെട്ട, ജലം നിഷേധിക്കപ്പെട്ട അല്ലെങ്കിൽ വെള്ളം നിഷേധിക്കപ്പെട്ട, ജീവിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ട, നല്ല വായു ശ്വസിക്കുവാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട പാവപ്പെട്ട ആൾക്കാരുടെ, സാധാരണ ആൾക്കാരുടെ ചരിത്രം വരുമ്പം തീർച്ചയായിട്ടും പരിസ്ഥിതി ചരിത്രം ഒരു റിബല്യസ് എന്താ പറയുക പ്രതിരോധത്തിൻ്റെ ശബ്ദം ഉയർത്തുന്ന ഒരു ചരിത്ര രചന രീതിയായിട്ട് മാറും. അതിനോട് ചേർത്ത് തന്നെ ചോദിക്കട്ടെ സാർ, ഈ എക്കോളജിക്കൽ ജസ്റ്റിസിനെ കുറിച്ച് സാർ ഇപ്പോൾ പറഞ്ഞു. ഇപ്പോൾ പാരിസ്ഥിതിക നീതിയുടെ ഒരു കാഴ്ചപ്പാടിലൂടെ നോക്കിയാൽ ഈ അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യരാണ് എപ്പോഴും പാരിസ്ഥിതിക തകർച്ചയുടെ ആദ്യ ഇരകളായി മാറുന്നതെന്ന് കാണാം. കേരളത്തിലും അത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് കാലാവസ്ഥാ പ്രതിസന്ധി വരുമ്പോഴും അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യരാണ് ആദ്യം അതിന്റെ ഇരകളായി മാറുന്നതെന്ന് കാണാം. ഇപ്പൊ അതുകൊണ്ട് തന്നെ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾ പലപ്പോഴും ഈ റിപ്പറേറ്റീവ് ജസ്റ്റിസ്, ഒരു നഷ്ടപരിഹാര നീതി വേണം എന്നുള്ളൊരു ആർഗ്യുമെന്റും ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ ഈ അരികുവൽക്കരിക്കപ്പെട്ടവർ വീണ്ടും ഇരകളായി തീരുന്ന, പാരിസ്ഥിതിക തകർച്ചകളുടെ ഇരകളായി തീരുന്ന ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും അതൊരു അരികുവൽക്കരിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമാണ്. കൃത്യമായിട്ടും തീർച്ചയായിട്ടും അത് ഒരു റെപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു റിലീഫ് മെഷേഴ്സ്, അവർക്ക് അതിൻ്റെ കോമ്പൻസേഷൻ കിട്ടണം എന്നുള്ള രീതിയിൽ ഉള്ള ആവശ്യങ്ങളൊക്കെ വളരെ ന്യായമായിട്ടുള്ളൊരു ആവശ്യങ്ങളാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ തുടക്കം തന്നെ നമുക്ക് ഈ എർത്ത് സമിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. തേർഡ് വേൾഡ് രാജ്യങ്ങൾ ഈ കൊളോണിയലിസത്തിനെതിരെ, ഒന്നാം ലോക രാജ്യത്തിൻ്റെ ചൂഷണങ്ങൾക്കെതിരെ പറയുന്ന സമയത്ത് തന്നെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് വലിയൊരു ജനസമൂഹത്തിൻ്റെ ഇഷ്യൂ തന്നെയാണ്. ആ ഇഷ്യൂ തന്നെയാണ് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഈ റിലീഫ് മെഷേഴ്സ്, റെപ്പറേറ്റീവ് ജസ്റ്റിസ് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് അങ്ങനെയാണ്. തീർച്ചയായിട്ടും അത് മനുഷ്യർക്ക് മാത്രമല്ല, ഈ റെപ്പറേറ്റീവ് ജസ്റ്റിസ് വന്യജീവികൾക്ക് അവകാശപ്പെട്ടതാണെന്ന് ഞാൻ പറയും. കാര്യം അവർക്ക് നിഷേധിക്കപ്പെട്ട പല അവസരങ്ങളും ഉണ്ടല്ലോ. അവരെ നാട് കടത്താനായിട്ട് ഈസിയായിട്ട് നാട് കടത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിലും ഈ രീതിയിലുള്ളൊരു അവകാശം അവർക്കും ഉണ്ട് എന്നുള്ളൊരു ഇതൊരു ഡീപ്പ് എക്കോളജിയിൽ ഞാൻ പറയുമല്ലോ കേട്ടോ. ജസ്റ്റിസിൻ്റെ ഒരു നിലപാടിൽ ഒരു ആനിമൽ ജസ്റ്റിസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയും.
വിളിക്കത്തക്ക രീതിയിലുള്ള ഞാൻ പറയുന്നതാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അവകാശങ്ങൾക്ക് വേണ്ടി അവർ പോരാട്ടം നടത്തിയാൽ മാത്രമേ അവർക്കത് കിട്ടത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു നീതി ലഭിക്കുവാൻ വേണ്ടിയുള്ളൊരു സംവിധാനം നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ എത്രമാത്രം അങ്ങനെയുള്ള മെഷേഴ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിലാണ് എൻ്റെ പ്രശ്നം. നമ്മുടെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രോഗ്രാംസും പ്ലാൻസും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും എക്സിക്യൂട്ട് ചെയ്യുന്നതിലൊരു വൻ പരാജയം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സിസ്റ്റത്തിൻ്റെ ബ്യൂറോക്രാറ്റിക് നോഷനകത്ത് ഈ പറയുന്ന ജസ്റ്റിസ് എല്ലാം അടങ്ങി അവസാനം കുടികൊള്ളുന്നത് ചില ഫയലുകളിലാണ് എന്നുള്ളതാണ്. അതുകൊണ്ടല്ലേ ആദിവാസികൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഏതാനും വർഷങ്ങളല്ലേ ഉള്ളൂ നിൽപ്പ് സമരം ചെയ്യേണ്ടി വന്നു. ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട് സെക്രട്ടറിയുടെ ഫ്രണ്ട് നിന്ന് സമരം ചെയ്യുന്ന ഒരു അവസ്ഥ. CK ജാനുവിൻ്റെ ഒരു കമൻറ്റ് പണ്ടൊരു പത്രലേഖൻ ചോദിച്ചു, ജാനുവിൻ്റെ കാടനുഭവം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ജാനു പറഞ്ഞു, ഇന്ന് എവിടെ കാട്, എല്ലായിടത്തും ഫോറസ്റ്റ് അല്ലേ എന്ന് ചോദിച്ചു. ഈ ഒരു യുക്തി ഉണ്ടല്ലോ, ഒരു ഫോറസ്റ്റിൻ്റെ യുക്തിയും കാടിൻ്റെ യുക്തിയും രണ്ടും രണ്ടാണ്. കാടും നാടും എന്ന് പറയുന്ന യുക്തിയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു യുക്തി വൽക്കരണം, ഹൈലി ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള ഒരു യുക്തിവൽക്കരണമാണ് നടക്കുന്നത്. അതിനകത്താണ് ഈ ജസ്റ്റിസ്, ഈ റെപ്പറേറ്റീവ് ജസ്റ്റിസ് എത്രമാത്രം പോസിബിൾ ആകുന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നത്. സർ, അവസാന ചോദ്യം, അത് ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യമല്ല, ഭാവിയെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. പക്ഷേ ചരിത്രത്തിൽ നിന്നും നമുക്ക് ഉത്തരങ്ങളുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ആന്ത്രോപോസിൻ ഒരു നരവംശാധിപത്യ കാലത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് എന്ന് ശാസ്ത്രലോകം പറയുന്നു. ഈ ഒരു കാലാവസ്ഥാ പ്രതിസന്ധിയെ മനുഷ്യ സമൂഹം അതിജീവിക്കുമോ, അതോ ഒരു ജനിതക പരിവർത്തനത്തിലേക്ക് മാറാൻ നമ്മൾ വിധേയരാകുമോ? എന്തായിരിക്കാം സംഭവിക്കാൻ പോകുന്നത്? ചരിത്രത്തിൽ നിന്നും എങ്ങനെയാണ് സാർ അതിനെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും പാരിസ്ഥിതിക ചരിത്രത്തിൻ്റെ ഒരു ക്യാൻവാസിനുള്ളിൽ വരുന്നൊരു കാര്യം തന്നെയാണ്. പാരിസ്ഥിതിക ചരിത്രം ഒരിക്കലും ഭൂതകാലത്തിൻ്റെയോ വർത്തമാനത്തിൻ്റെയോ മാത്രം ചരിത്രമായിട്ട് നിൽക്കുന്നില്ല, അത് വളരെ ഫ്യൂച്ചറിസ്റ്റിക്കുമാണ് നമ്മൾ. ഇത് ശരത് ചോദിക്കുന്ന സമയത്ത് എനിക്ക് മറ്റൊരു ചരിത്രകാരൻ്റെ ഒരു കമൻറ്റ്, ഈ മാനവരാശിയെക്കുറിച്ചുള്ളൊരു കമൻറ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു രണ്ടാമത്തെ പുസ്തകം, വളരെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഇസ്രായേലി ഹിസ്റ്റോറിയനാണ് യുവൽ നോവ ഹരാരി. സേപ്പിയൻസ് എഴുതിയതിന് ശേഷം അദ്ദേഹം ഹോമോദ്യൂസ് എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം എഴുതി. അതിനകത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. കാര്യം നമ്മളുടെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അത്തരത്തിലുള്ള റോബോട്ടിക് ടെക്നോളജിയൊക്കെ ഇങ്ങനെ കൂടി വരുന്ന കാലഘട്ടത്തിൽ 2050 ആകുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക സ്പീഷീസ് ഓഫ് ഹ്യൂമൻസ് ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഹ്യൂമൻ സ്പീഷീസിനെ അദ്ദേഹം വിളിക്കുന്ന പേര് ശരിക്കും വളരെ ഡെറോഗേറ്ററി ആയിട്ടുള്ളൊരു സംഗതിയാണ്. പക്ഷേ എങ്കിലും കൃത്യമായ രീതിയിൽ ആ പേരിൽ അദ്ദേഹം വിളിച്ചു എന്നുള്ളത് നമ്മൾ ചരിത്രപരമായിട്ട് അടയാളപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. യൂസ്ലെസ് ഹ്യൂമൻസ് എന്നാണ്. യൂസ്ലെസ് ഹ്യൂമൻസ്, ഉപയോഗശൂന്യരായ മനുഷ്യർ. അപ്പം നമ്മൾ ഈ ഒരു ഉപയോഗശൂന്യരായ ഒരു മാനവ സംസ്കാരത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഒരു ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും അതുപോലെ ഈ റോബോട്ടിക് ടെക്നോളജിയുടെയും ഇത്തരത്തിലുള്ള നിർമ്മിത ബുദ്ധിയുടെയൊക്കെ കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ മനുഷ്യനെ ചിന്തിക്കാനുള്ള ഒരു കഴിവ് തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറുന്നുണ്ടെന്നാണ് പറയുന്നത്. മാർട്ടിൻ ഹൈഡഗർ അദ്ദേഹം പറയുന്ന 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഉണ്ടായി വരുന്ന ഒരു സ്പീഷീസിനെ കുറിച്ച് മാർട്ടിൻ ഹൈഡഗർ, വലിയ ഫിനോളജിക്കൽ തിങ്കറാണ്, അദ്ദേഹം പറയുന്നുണ്ട് അൺതിങ്കിങ് സൊസൈറ്റി എന്നാണ് പറയുന്നത്. ചിന്തിക്കാൻ താല്പര്യമില്ല, എല്ലാം കാണുക, രസിച്ച് നടക്കുക, അടിച്ചു പൊളിച്ച് നടക്കുക എന്നുള്ളതാണ്. നാളെ വരുന്ന പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് യാതൊരു താല്പര്യമില്ല. അപ്പം അങ്ങനെ വരുന്ന ഒരു മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു സമൂഹം ഭാവിയിൽ ഉണ്ടായി വരികയാണ് എങ്കിൽ ആ സമൂഹത്തിന് ഇടയിൽ ഈ ക്രിസ്പർ ജനറ്റിക് ജീൻ എഡിറ്റിംഗ് എന്നൊക്കെ പറയുന്ന ടെക്നോളജി, ക്രിസ്പർ ജീൻ എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനിതക വ്യവസ്ഥയിലേക്ക് അതിനുള്ള ഒരു മ്യൂട്ടേഷൻസിനെ, മാറ്റങ്ങളെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ചൂട് കൂടുതൽ സഹിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനായിട്ട് നിങ്ങളെ മാറ്റുകയാണ്. നിങ്ങളുടെ ജീനിൽ, നിങ്ങളുടെ ജനിതക കോശത്തിൽ വേണ്ട മാറ്റങ്ങൾ ക്രിസ്പർ ജീൻ എഡിറ്റിങ്ങിലൂടെ നിങ്ങളെ വേറൊരു എഡിറ്റഡ് വേർഷനാക്കി മാറ്റുന്ന ഒരു മനുഷ്യനായിട്ട് നാളെ നിങ്ങൾ മാറുകയാണ്. അപ്പോൾ നമുക്ക് ചൂട് സഹിക്കാൻ പറ്റും, രോഗപ്രതിരോധ ശക്തി കൂടുന്നു. ഈ GM മോഡിഫൈഡ്, ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ഉണ്ടല്ലോ, ഇപ്പം മെയ്സ് ഒക്കെ പോലെ, BT ബ്രിഞ്ചാൽ, BT കോട്ടൺ എന്നൊക്കെ പറയുന്ന പോലെ, BT വർഗീസ്, BT കൃഷ്ണൻ എന്നൊക്കെ പറയുന്ന ആൾക്കാർ നാളെ ഉണ്ടായി വരുമോ എന്നൊരു ചിന്തയാണല്ലോ ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നത് ഈ ആന്ത്രോപോസിൻ കാലഘട്ടത്തിൽ. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ആന്ത്രോപോസിൻ കാലഘട്ടം ഇന്നും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഇത് ആന്ത്രോപോസിൻ കാലഘട്ടമാണെന്ന ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മുടെ കാലഘട്ടം ഹോളോസിൻ തന്നെയാണ് ഔദ്യോഗികപരമായിട്ട് പറയുകയാണെങ്കിൽ. പക്ഷേ ആന്ത്രോപോസിൻ ആണെന്നുള്ളത് നമുക്കറിയാം. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിവേശ് ചക്രവർത്തി ക്ലൈമറ്റ് ആൻഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൽ പറയുന്നത് പോലെ മനുഷ്യനൊരു ജിയോളജിക്കൽ ഏജൻ്റായിട്ട് മാറിക്കഴിഞ്ഞു. ഈ ടെക്ടോണിക് ഷിഫ്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ സൈക്ലോൺ എന്നൊക്കെ പറയുന്നത് പോലെ മനുഷ്യൻ അതുപോലെ ആയി മാറിയിരിക്കുകയാണ്. ജിയോളജിക്കൽ ഒരു ഭൗതിക ശക്തിയായിട്ട്, അല്ലേ, ജിയോളജിക്കൽ ഏജൻ്റായിട്ട് മാറിയിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ, ഈ പറയുന്ന ജനിതക
മാറ്റങ്ങളെക്കുറിച്ചുള്ള ആവേശകരമായ രീതിയിലുള്ള ചിന്തകളൊക്കെ ചിലപ്പം അതിനൊക്കെ മനുഷ്യരാശി അതിനൊക്കെ നിന്ന് കൊടുത്തേക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊപ്പം ചിന്തിക്കുന്ന റോബോട്ടുകൾ ഇന്ന് വന്നിരിക്കുകയാണ്. നമുക്കൊപ്പം ചിന്തിക്കുന്ന റോബോട്ടുകൾക്ക് പല മാനസിക പ്രശ്നങ്ങളും ഉണ്ടാകുന്നതുകൊണ്ട് വിദേശ രാജ്യങ്ങളിലെ റോബോട്ടിക് സൈക്കോളജി എന്ന് പറയുന്നൊരു ബ്രാഞ്ച് തന്നെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. റോബോട്ടിക് സൈക്കോളജി, റോബോട്ടുകളുടെ വിഷാദ രോഗം സംഭവിക്കുകയാണ്. അപ്പം എന്ത് ജനിതക മാറ്റം സംഭവിച്ചാലും, എന്ത് ജനിതക അപ്ഡേഷൻസ് ഒക്കെ സംഭവിച്ചാലും മനുഷ്യന് ആത്യന്തികമായിട്ട് ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇപ്പോഴത്തെ ഉള്ള മനുഷ്യരാശി തന്നെ പാരിസ്ഥിതികപരമായ രീതിയിൽ സഹവർത്തത്തോടുകൂടി പരസ്പര ബഹുമാനത്തോടുകൂടി കാടിനെയും മണ്ണിനെയും കാറ്റിനെയും പുഴയെയും ഒക്കെ ബഹുമാനിക്കുന്ന രീതിയിൽ ഉള്ള ഒരു സംസ്കാരത്തെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് എന്നൊക്കെ പറയുന്നത് പോലെ ഈ ജനറ്റിക്കലി എഡിറ്റഡ് മാനവരാശിക്ക് ഒരു ആവശ്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു പക്ഷേ ഒരു 100 കൊല്ലം കഴിയുമ്പോൾ അത്തരത്തിലുള്ള എഡിറ്റഡ് വെർഷൻസ് ഓഫ് ഹ്യൂമൻസ് ഒക്കെ ഉണ്ടായി വന്നേക്കാം. അതാണ് ശാസ്ത്രത്തിൻ്റെ സാങ്കേതിക വിദ്യയുടെ ഒരു വളർച്ചയുടെ ഒരു പോക്ക് കണ്ടിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നു. തീർച്ചയായും നമ്മുടെ പരിസ്ഥിതി സംവാദങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ വികസിക്കട്ടെ. അത്തരത്തിൽ ഉള്ളൊരു സംവാദങ്ങൾക്ക് സഹായകമായ ഒരുപാട് ഉള്ളടക്കങ്ങൾ ഈ പാരിസ്ഥിതിക ചരിത്ര വിജ്ഞാനകോശത്തിലുണ്ട്. ഈ പുസ്തകം കൂടുതൽ ചർച്ച ചെയ്യപ്പെടട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി ശരത്ത്. കേരളീയത്തിന് പ്രത്യേകം നന്ദിയുണ്ട്. കാരണം പാരിസ്ഥിതിക പ്രശ്നങ്ങളെ അതിൻ്റെ എല്ലാ സാമൂഹികതയിലും ശാസ്ത്രീയതയിലും അതിനെ നോക്കിക്കാണുന്ന, അതിനെ ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെ കേരളീയം ഇങ്ങനൊരു അവസരം എനിക്ക് തന്നതിനും ശരത്തിനും അതുപോലെ ശരത്തിൻ്റെ ടീമിനും കേരളീയത്തിനും ഞാൻ പ്രത്യേകം നന്ദി പറയും. താങ്ക് യു.